രണ്ട് വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. Let's pay our attention to two verses. കടന്നു വന്നാട്ടെ. മത്തായി സുവിശേഷം 2-ാം അധ്യായം. First is Matthew chapter 2. മത്തായി സുവിശേഷം 2-ാം അധ്യായം 23-ാം വാക്യം. Matthew chapter 2 verses 23. അതോടൊപ്പം തന്നെ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം. The same time the book of Luke chapter 2. അതിന്റെ 2-ാം അധ്യായം 51-ാം വാക്യം. And verses 51. Yes, മത്തായി 2:23 ഇങ്ങനെ പറയുന്നു. And he came and dwelt in a city called Nazareth, and it might be fulfilled which was spoken by the prophets, he shall be called Nazarene. Amen. Yes. ലൂക്കോസ് വിശേഷം 2-ാം അധ്യായം അതിന്റെ 51-ാം വാക്യം. And he went down with them and came to Nazareth and was subject unto them. But his mother kept all these sayings in her heart. രണ്ട് വാക്യങ്ങളിലും നസ്രേത്ത് എന്ന പദം ആവർത്തിച്ച് രേഖപ്പെടുത്തി. And in both these passages you read the word Nazareth is repeated. എല്ലാവരും പറഞ്ഞാട്ടെ നസ്രേത്ത്. Open your mouth and say Nazareth. Amen. Amen. So യേശു കർത്താവ് See that Jesus has some connections with some places. ചില സ്ഥലങ്ങളിലൂടെ കർത്താവ് കടന്നുപോയി. Jesus has passed through some places. Yes, സ്തോത്രം. ചിലത് സന്തോഷത്തിന്റെ സ്ഥലങ്ങളാണ്, ചിലത് സന്താപത്തിന്റെ സ്ഥലങ്ങളാണ്. Some places were place of joy and some places were place of grief. അർത്ഥം നിങ്ങൾ യേശു കർത്താവിനെ ഫോളോ ചെയ്യുന്നവരാണ്. That means you are people who follow Jesus. പറഞ്ഞു ആരെങ്കിലും എന്റെ പിൻഗമിക്കാൻ വന്നാൽ തന്നെ താൻ ത്യജിച്ച് ക്രൂശുമായി എന്നെ അനുഗമിക്കട്ടെ. Jesus says if you want to follow me you deny yourself and carry my cross. യേശുവിന്റെ കാൽ ചുവടുകളെ നാം പിന്തുടരുന്നവരാണ്. We follow the steps of Jesus. നമ്മൾ പിന്തുടരുന്ന ഒരു ദൈവദാസനെയോ ഒരു സംഘടനയോ അല്ല. We don't follow a man of God or an നമ്മൾ organization. പിന്തുടരുന്നത് കർത്താവായ യേശുവിനെയാണ്. We are following Jesus Christ. Amen. Amen. യേശുവിനെ പിന്തുടരുന്നവർക്ക് പറയാൻ കഴിയും ഫോളോ മീ ആസ് I follow Christ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ And അനുകാരികളാണ്. people who follow Christ can say follow me as I follow Christ. Amen. Amen. സോ ദൈവകൃപയാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ചിലത് നല്ല സ്ഥലങ്ങളാണ്, ചിലത് ഒറ്റപ്പെടേണ്ട സ്ഥലങ്ങളാണ്, ചിലത് ദുഃഖത്തിന്റെ സ്ഥലങ്ങളാണ്. Some places are good, some places are lonely, and some places are yoke filled. ഏതൊക്കെയാണ് ഈ കർത്താവ് കടന്നുപോയ സ്ഥലങ്ങൾ? Which are the places that Jesus passed അവൻ through? ജനിച്ചത് ബെത്ലഹേമിലാണ്. He was born in അവൻ Bethlehem. വളർന്നത് നാസറേത്താണ്. He grew in Nazareth. അവൻ സ്നാനപ്പെട്ടത് യോർദാനാണ്. He baptized in Jordan. ഉപവസിച്ച് പ്രാർത്ഥിച്ചത് മരുഭൂമിയിലാണ്. He fasted and prayed in the wilderness. അവൻ പ്രസംഗിച്ചു തുടങ്ങിയത് ഗലീലയിൽ നിന്നാണ്. He started preaching from Galilee. അവൻ സന്ദർശിച്ചത് എരിഹോവാണ്. He visited Jericho. അവൻ പ്രാർത്ഥിച്ചത് He ഗെത്ശമനയിലാണ്. prayed in Gethsemane. അവന്റെ തിരുവചനപ്രകാരം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് ഗോൽഗോത്തയിലാണ്. And he was dead, buried, and rose again in Golgotha. ഒലിവുമലയിലേക്കാണ് അവൻ എടുത്തുകൊള്ളപ്പെട്ടത്. He got taken up to the Mount of Olives. അതേ ഒലിവുമലയിൽ മടങ്ങി വരുവാൻ And പോകുന്നു. he is going to come back on that same mount. 9 സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞത്. 9 places I told you about. 9 പ്രസംഗങ്ങളാണ് അതിലുള്ളത്. And there are 9 preaching related to that. ആരും സ്തോത്രം പറയാത്തതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയാം. Because none of you praise God, I'm going to repeat. അവൻ ജനിച്ചത് ബെത്ലഹേമിലാണ്. Jesus was born in Bethlehem. വളർന്നത് നാസറേത്തിലാണ്. He grew up in Nazareth. അവൻ സ്നാനപ്പെട്ടത് He യോർദാനിലാണ്. baptized in Jordan. ഉപവസിച്ച് പ്രാർത്ഥിച്ചത് He മരുഭൂമിയിലാണ്. fasted and prayed in the wilderness. പ്രസംഗിച്ചു തുടങ്ങിയത് He ഗലീലയിലാണ്. preached and started in Galilee. സന്ദർശിച്ചത് സ്തോത്രം എരിഹോവാണ്. He visited Jericho. അവന് പ്രാർത്ഥിച്ചത് സ്തോത്രം He ഗെത്ശമനയിലാണ്. prayed in Gethsemane. തിരുവചനപ്രകാരം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് And ഗോൽഗോത്തയിലാണ്. according to the word of God, he died and rose again in Golgotha. ഒലിവുമലയിൽ നിന്നാണ് അവൻ സ്വർഗ്ഗാരോഹണം ചെയ്തത്. He was taken up to heaven from the Mount of Olives. അതേ ഒലിവുമലയിൽ അവൻ മടങ്ങി വരുവാൻ And that പോകുന്നു. same Mount of Olives, Jesus is coming back. 9 പ്രസംഗങ്ങൾ. 9 preaching. 9 നിറവിന്റെ സംഖ്യയാണ്. 9 is a sign of fullness. യെസ്, ബൈബിളിൽ സംഖ്യകൾക്ക് വളരെ The പ്രാധാന്യമുണ്ട്. Bible prioritizes numbers. ബൈബിളിൽ സംഖ്യകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. There is a lot of priority for numbers in Bible. ആരെങ്കിലും എഴുതിയെടുക്കുന്നെങ്കിൽ അതെ കാണാതെ പഠിച്ചാട്ടെ. If you are writing down, learn this by heart. 1 എന്ന് പറഞ്ഞാൽ ദൈവം ആണ്. 1 means God. കാരണം നമുക്ക് പലത് അപ്പന്മാരില്ല, നമുക്ക് ഒരു അപ്പനാണുള്ളത്. We don't have many fathers, we've got one father. 1 ദൈവമാണ്. First is God. 2 ഫെലോഷിപ്പ്. Second is fellowship. 3 ഐക്യത. Third is unity. 4 ക്രിയേഷൻ സൃഷ്ടി. And the fourth one is creation. 5 ദൈവകൃപ. The fifth one is God's grace. 6 മനുഷ്യൻ. And sixth is man. 7 പെർഫെക്ഷൻ. 7 is perfection. 8 പുതിയ തുടക്കം. 8 is a new beginning. 9 നിറവ്. And 9 is fullness. കേട്ടവർ ആമേൻ പറഞ്ഞേ. If you heard it, say amen. ഒരിക്കൽ കൂടെ റിപ്പീറ്റ് Let me ചെയ്തേ. repeat again. 1 ദൈവമാണ്. 1 is God. 2 ഫെലോഷിപ്പ്. Second is fellowship. 1 will chase 1,000 and 2 will chase 10,000. 2 always represent fellowship. And Amen. Amen. 3 means unity. Amen.
3 means unity, ഐക്യത. ഒരിക്കലും പറയല്ലേ വളരും തോറും പിളരും തോറും വളരും. അത് കേരള കോൺഗ്രസ് ആണ്, ദൈവരാജ്യമല്ല. Don't say that we will grow and we will split and we will grow. That is Kerala Congress. Amen. Division comes from devil, unity comes from God. ഐക്യത ദൈവത്തിൽ നിന്ന് വരുന്നു, ഭിന്നത സാത്താനിൽ നിന്ന് വരുന്നു. Amen. Division comes from the devil, unity comes from God. So 3 ഐക്യതയാണ്. Third thing is unity. 4 ക്രിയേഷൻ, ദൈവത്തിന്റെ സൃഷ്ടി. Amen. The fourth is creation, the creation of God. Somebody say amen. Say amen. 5 ദൈവകൃപ. The fifth is the grace of God. ദൈവകൃപ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ? Is there anybody who has experienced the grace of God? Yes, 5 ദൈവകൃപ. Fifth is grace of God. 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. On the 6th day God created man. 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. On the 6th day God created So man. 6 മനുഷ്യന്റെ സംഖ്യ. That means 6 is the number for man. 7 പെർഫെക്ഷൻ, പൂർണ്ണത. 7 is a number of perfection. 7 പൂർണ്ണത. It is fullness. 8 പുതിയ തുടക്കം. And 8 is a new beginning. നോഹയുടെ പെട്ടകത്തിൽ 8 പേരാ ഉണ്ടായിരുന്നേ. There 8 was പുതിയ തുടക്കം. 8 people in the ark of Noah. 8 is a new beginning. Yes, 9 നിറവ്. And 9 is fullness. അല്ലെങ്കിൽ അതെ 9 നിറവ്. 9 is fullness. So കർത്താവ് ശൂന്യതയുടെ ദൈവമല്ല, അവൻ നിറവിന്റെ ദൈവമാണ്. My God is not a God of emptiness, he's a God of fullness. Okay, വിഷയത്തിലേക്ക് വരുമ്പോൾ 9 സ്ഥലങ്ങളുടെ പ്രധാനമായി കർത്താവ് കടന്നുപോയി. And Jesus passed through 9 places. 9 സ്ഥലങ്ങൾ വെളിപ്പെടുത്തുന്ന 9 പ്രസംഗങ്ങളുണ്ട്. In those 9 places there are 9 messages. എല്ലാ പ്രസംഗവും പറഞ്ഞാൽ പാസ്റ്റർ വിൽസൺ അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കത്തില്ല. And if I say all the 9, Pastor Wilson will not call me back the next time. എല്ലാവരും പാസ്റ്റർ നോക്കി. Everybody looked at Pastor. പാസ്റ്റർ ആരെയും നോക്കിയില്ല. Pastor didn't look at anybody. സ്തോത്രം. അതെ, അതുകൊണ്ട് രണ്ടാമത്തെ സ്ഥലം മാത്രം നമുക്ക് ശ്രദ്ധിക്കാം. So let's focus on the second place. കാരണം ഇന്ന് പകൽക്കാലം ഞാൻ മനസ്സിലാക്കുന്നു ഫെലോഷിപ്പിനെ കർത്താവ് സ്ട്രെങ്തൻ ചെയ്യുന്ന നല്ലൊരു പകലാകട്ടെ ഇത്. I believe that the Lord is going to strengthen your fellowship this morning. ഇതാണ് എൻ്റെ മേൽ കിടക്കുന്ന ദൈവകൃപ. This is the grace that the Lord has placed on me. ഞാൻ ഏതൊരു സഭയിൽ കടന്നു പോയാലും Whichever church I visit, കഴിഞ്ഞ 34 വർഷമായിട്ട് for 34 years, 40 രാജ്യങ്ങളിൽ 40 places, ഇന്ത്യയുടെ 19 സംസ്ഥാനങ്ങളിൽ 19 states in India, എവിടെയാണോ ഞാൻ കടന്നു പോകുന്നത് wherever I go, അവിടെ ഫെലോഷിപ്പ്, അവിടെ സഭ പണിയപ്പെടും. the church is built, there is fellowship built അവിടെ there. സഭ വളരുകയും The ചെയ്യും. church will grow there. So ഈ നല്ല ഞായറാഴ്ച ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ On this good Sunday, as I look ഞാൻ at you, കാണുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ ആണ്. I see your future. ദൈവത്തിന്റെ കൃപയാൽ ഒരു യെരുശലേം മൂവ്മെന്റ് പോലെ 3000 വിശ്വാസികൾ ഓക്സ്ഫോർഡിൽ ദൈവകൃപയാൽ I നിങ്ങൾക്കുണ്ടാകട്ടെ. see as a vision that there will be 3,000 members in this church. Amen. I receive. Amen. Amen. തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ജനത്തെ വിട്ടുതരുവാൻ കൽപ്പിക്കുന്നു. Yes, I command the people to be released from the east, west, north and south. Hallelujah. Amen. So നമ്മുടെ കൂട്ടായ്മ ബലപ്പെട്ടേ പറ്റത്തുള്ളൂ. We need our fellowship to be strengthened. കൂട്ടായ്മ ഒരു ഗിഫ്റ്റ് ഓഫ് സ്പിരിറ്റ് അല്ല, അത് ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് ആണ്. ആത്മാവിന്റെ വരമല്ല, ആത്മാവിന്റെ ഫലമാണ്. Fellowship is not a gift of the Holy Spirit, it is a fruit of the Holy Spirit. Oh, come on. Hallelujah. Amen. പലരെ ഗിഫ്റ്റിനാണ് ആഗ്രഹിക്കുന്നത്. Many of you desire for a gift. ശക്തിയോടെ പ്രസംഗിക്കണം. You want to preach well. ശക്തിയോടെ പ്രവചിക്കണം. You want to prophesy. ശക്തിയോടെ അത് രോഗികളെ You സൗഖ്യമാക്കണം. want to heal the sick. ഭൂതങ്ങളെ ഇറക്കി വിടണം. You want to rebuke the spirits. പക്ഷെ യേശുവിനെ പോലെ ജീവിക്കാൻ വയ്യ. But you can't live like Jesus. പക്ഷെ യേശുവിന്റെ സ്വഭാവമുള്ളവന് മാത്രമേ യേശുവിന്റെ ശക്തിയെ ചുമക്കാൻ കഴിയത്തുള്ളൂ. Only if you have the habit of Jesus, you can carry his power. അതെ, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് യേശുവിന്റെ സ്വഭാവത്തെ കുറിക്കുന്നു. The fruit of the spirit shows Jesus' Gifts of the Holy behaviors. Spirit, ആത്മാവിന്റെ വരങ്ങൾ യേശുവിന്റെ ശക്തിയെ റെപ്രസെന്റ് The ചെയ്യുന്നു. gift of the Holy Spirit represents the power of Jesus. അതെ, യേശുവിന്റെ ക്യാരക്ടർ ഉള്ളവന് മാത്രമേ യേശുവിന്റെ കരിസ്മ ചുമക്കുവാൻ കഴിയത്തുള്ളൂ. Only if you have the character of Jesus, you can carry his charisma. Amen. പെന്തിക്കോസ്ത സ്വഭാവമല്ല നമുക്ക് വേണ്ടിയത്. We don't want behaviors of Pentecostals. മലയാളി സ്വഭാവമല്ല നമുക്ക് We don't want വേണ്ടിയത്. to carry Malayalis' behaviors. നമുക്ക് യേശുവിന്റെ സ്വഭാവമാണ് We വേണ്ടിയത്. want the character of Jesus. കൂടെ നിന്ന് ചതിക്കുന്നതല്ല മലയാളി യേശുവിന്റെ സ്വഭാവം. Jesus will not stand with you and cheat on you. നിന്നിൽ നിന്ന് കുത്തുന്നതല്ല യേശുവിന്റെ He will സ്വഭാവം. not stab you from your back. എന്താ തുറച്ചു നോക്കുന്നേ? Why are you staring at me? യേശുവിന്റെ സ്വഭാവമുള്ളവന് മാത്രമേ യേശുവിന്റെ ശക്തിയെ ചുമക്കാൻ Only കഴിയൂ. if you have the character of Jesus, you can carry his power. പാമ്പിനെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാൽ How many of you have seen a snake? പാമ്പിനെ ഇവിടെ പാമ്പുണ്ടോ? Is there a snake here? No. ഇവിടെ പാമ്പില്ല. No.
ഇവിടുത്തെ പാമ്പെല്ലാം നമ്മൾ വന്നതോടെ ചത്തുപോയി. When we came, all the snakes died in the ഓക്കെ, UK. പാമ്പ് എങ്ങനെയാ പോകുന്നത്? പാമ്പ് ഇങ്ങനെ വളഞ്ഞാ പോകുന്നത്. The snakes swirl through the floor. എപ്പോഴും ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോകുന്നവനാണ് പാമ്പ്. No problem. See, you see, snakes are always crawling through the floor. എന്നാൽ പാമ്പ് അത് വളഞ്ഞു പോകുമ്പോ സിംഹം നേരെ നടക്കുന്നവൻ. But when the snake is crawling left and right, lions go straight forward. Amen. Amen. സദൃശവാക്യം 30:30 അങ്ങനെ പറയുന്നു. Proverbs 30:30 says, നേരെ നടക്കുന്നവനാണ് സിംഹം. a lion will walk straight forward. എല്ലാരും പറഞ്ഞാട്ടെ, നേരെ വാ. Say, come forward. Come straight forward. No. Come നേരെ വാ, straight. നേരെ പോ. Come straight, go straight. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, വളഞ്ഞു നടക്കല്ലേ. Look at the person next to you and say, don't be walking bend. Don't bend and walk. നേരെ വാ, നേരെ പോ. You go straight and come straight. അതാണ് യേശുവിന്റെ വഴി. That's Jesus' way. അതാണ് യേശുവിന്റെ സ്വഭാവം. That is Jesus' behavior. അല്ലാതെ മീശ എടുക്കുന്നതോ ആഭരണം മാറ്റുന്നതോ അല്ല. It's not taking your mustache off or removing your jewelry. നമുക്കുള്ള കുഴപ്പം മീശ എടുത്തു, ആഭരണം മാറ്റി, കുഞ്ഞാമയും കുശുമ്പും കുതികാൽ വെട്ടും എടുത്ത് അകത്തിട്ടു. And our problem is we took our jewelry out and our mustaches out and brought all the bad behaviors inside. No. നമ്മൾ ആ ഗ്രൂപ്പ് അല്ല. We're not that group. നമ്മൾ ഈ പുസ്തകം അനുസരിച്ച് We ജീവിക്കുന്നവരാണ്. live according to the word of God. ഈ പുസ്തകത്തിൽ മുഴുവൻ യേശുവാണ്. In this book, it's all about Jesus. ഞാൻ ആക്ച്വലി ഇന്നലെ യേശുവിനെ കുറിച്ചല്ല വേറെ മെസ്സേജ് പറഞ്ഞപ്പോ എനിക്ക് ഒരു കുണ്ഠിതമായിരുന്നു. എനിക്ക് മറ്റു ദൂതുകൾ ഞാൻ പറഞ്ഞപ്പോ എനിക്ക് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചില്ല. Yesterday, I did not preach about Jesus. ഞാൻ ഇന്നലെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു, പക്ഷേ യേശു അപ്പച്ചനെ കുറിച്ച് ഒരു ദൂത് പറ, ഒരു Yesterday, ദൂത്. as I went to bed, I said, God, give me a message about Jesus. കാരണം ബ്ലെസ്സിംഗ് പറയുന്നു, ബ്രേക്ക് ത്രൂ പറയുന്നു, വിടുതൽ പറയുന്നു, പ്രോസ്പെരിറ്റി പറയുന്നു. യേശുവിനെ പറയുന്നില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. Yes, if you preach blessing, prosperity and breakthrough, but do not preach Jesus, I cannot sleep. Amen. 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 Yes, Jesus. നമ്മുടെ ശബ്ദം യേശുവിനെ ഉയർത്തുന്ന മാത്രമായിരിക്കട്ടെ. Let our voices be lifting the name of Jesus. നമുക്ക് ശുശ്രൂഷയല്ല വലുത്, കർത്താവാണ് വലുത്. It's not our ministry that is big, Jesus is greater. So യേശു കർത്താവ് പോയ 9 സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. You can see that Jesus traveled through 9 places. ജനിച്ചത് ബെത്ലഹേമിലാണ്. He was born in പക്ഷേ Bethlehem, ബെത്ലഹേമിൽ വളരുവാൻ but കഴിയത്തില്ല. he couldn't be brought up in Bethlehem കാരണം അതിന് തൊട്ടടുത്ത് ഹെരോദാവ് താമസിക്കുന്നു. because Herod was living right next to Bethlehem. ഹെരോദാവ് വളർത്തുന്നവനല്ല, അവൻ തകർക്കുന്നവനാണ്. Herod will not let you grow, he will destroy you. ഒരിക്കൽ കൂടെ പറയാം. Let me repeat. ഹെരോദാവിന്റെ ഫെലോഷിപ്പിൽ നിങ്ങൾക്ക് വളരാൻ If കഴിയത്തില്ല. you are in the fellowship of Herod, you will never grow. ചരിത്രം പറയുന്നു, History says തന്റെ പൊസിഷൻ പോകുമെന്ന് പറഞ്ഞ് സ്വന്തം സഹോദരനെ പോലും കൊന്നുകളഞ്ഞവനാണ് ഹെരോദാവ്. Herod killed his own brother because he was afraid of losing his position. സ്വന്തം മകനെ പോലും കൊന്നുകളഞ്ഞവനാണ് He killed his അതേ own ഹെരോദാവ്. son as well. ചില ആൾക്കാർക്ക് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡിക്ഷൻ ആണ്. Some people are so addicted to their positions. എന്നാൽ അടുത്ത സെന്റൻസ് വളരെ The ഇമ്പോർട്ടന്റ്. next sentence is very important. പ്രസൻസിൽ ആണ് പൊസിഷൻ നിൽക്കേണ്ടത്. Your position stands in the presence of God. Amen. ശൗൽ പൊസിഷൻ തേടി തകർന്നു പോയി. Saul seeked a position, he was destroyed. ദാവീദ് പ്രസൻസ് തേടി. But David seeked the presence of God. Amen. ദാവീദ് പ്രസൻസ് തേടിയപ്പോൾ പ്രസൻസിൽ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു. When David seeked the presence of God, there was a position inside that presence. പ്രസൻസിലുള്ള പൊസിഷൻ എപ്പോഴും സെക്യൂർ ആയിരിക്കും. This position that inside the presence of God will always be secure. Amen. മെസ്സിഹ കടന്നു വരുമ്പോൾ, When you come to the presence, മെസ്സിഹ കടന്നു വരുമ്പോൾ അവൻ ഇരിക്കാൻ വേണ്ടി പോകുന്നത് ശൗലിന്റെയോ ശലോമോന്റെയോ ത്രോണിലല്ല, ഡേവിഡ് ത്രോണിൽ, ദാവീദിന്റെ സിംഹാസനത്തിൽ when ഇരിക്കാൻ പോകുന്നു. Messiah comes, he will not be sitting on Saul's or Solomon's throne, he will be sitting on the throne of David. ദാവീദ് മരിച്ചു, David died, അവന്റെ പൊസിഷൻ പോയില്ല. his position never died. Yes. ദാവീദിന്റെ സിംഹാസനത്തിൽ മെസ്സിഹ, ദാവീദ് പുത്രൻ വന്നിരിക്കാൻ The പോകുന്നു. son of David is going to sit on the throne of David. പ്രസൻസ് ഉണ്ടോ അവിടെ പൊസിഷൻ സെക്യൂർ ആയിരിക്കും. If you have the presence of the Lord, your position is secure. എന്നാൽ ഹെരോദാവ് പൊസിഷന് വേണ്ടി മാത്രം നിന്നവനാണ്. Herod only stood
stood for the position. നമുക്ക് അങ്ങനെയുള്ള പലരെ കാണാൻ We കഴിയും. can see many people like that. നമ്മള് പാടാൻ അവരെ നിർത്തിയില്ലെങ്കിൽ അവര് പിന്നെ ചർച്ച വരത്തില്ല. If you don't keep them to singing, they will not come back to church. അവർക്ക് കീബോർഡ് കൊടുത്തില്ല പിന്നെ അവരെ കാണത്തില്ല. If you don't give them a keyboard to play, they will not come back to നമ്മൾ പലരെ church. പൊസിഷൻ കൊടുത്ത് ഇങ്ങനെ അക്കോമഡേറ്റ് ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ We കൊണ്ടുപോകുക. are putting people into positions and adjusting and keeping us going. നമ്മൾ ഓരോരുത്തരും ഓരോ പൊസിഷൻ കൊടുത്ത് ഞാൻ പാസ്റ്ററാ അതുകൊണ്ട് പലരെ പലത് കൊടുത്ത് നമ്മളിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ And കൊണ്ടുപോകുക. I'm a pastor and I know that we give people positions and keep them going. കണ്ടോ എല്ലാവരും സൈലന്റ് ആയത് See കണ്ടോ? how silent you became. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷെ നിനക്ക് വേണ്ടിയത് പൊസിഷൻ അല്ല, നിനക്ക് വേണ്ടിയത് അവന്റെ ഗ്ലോറിയസ് You പ്രസൻസ് ആണ്. don't need the position, you need the glorious presence of God. ചർച്ചിൽ വരുന്നത് എന്തെങ്കിലും പൊസിഷൻ തേടിയല്ല. You should not come seeking for a position in church. കാരണം ചർച്ച് നിന്റെ അമ്മായിയപ്പന്റെ വകയല്ല, അപ്പന്റെ വകയല്ല, സഭ ദൈവത്തിന്റെ വകയാണ്. Yeah, the church is not owned by your father-in-law or by your father, it is God's ownership. Come on, presence വേണമെന്ന് പറയുന്നവർ ശബ്ദം ഉയർത്തി How ദൈവത്തെ many of you സ്തുതിക്കട്ടെ. will give glory to the Lord and say, I need your presence? ഹെരോദാവ് പൊസിഷന്റെ ആളായിരുന്നു. Herod was a man who needed position. അവൻ ഒരിക്കലും മറ്റുള്ളവരെ വളർത്തത്തില്ല. He would never grow anybody else. അതുകൊണ്ടാണ് നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ സ്തോത്രവൻ കൊന്നുകളഞ്ഞു. That's why he killed hundreds of babies. പക്ഷേ യേശു കർത്താവ് റെസ്ക്യൂ ചെയ്യപ്പെട്ടു. But when Jesus was rescued out of കോവിഡ് വന്ന് that, ആയിരങ്ങൾ തകർക്കപ്പെട്ടു. many were destroyed. അതെ, കോവിഡ് വന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചുപോയി. So in COVID, lakhs of people died. എന്നാൽ ദൈവം നിന്നെ പ്രിസർവ് ചെയ്തെങ്കിൽ But if God has preserved you, നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. God has a purpose on your life. തോന്നിയതുപോലെ നീ ജീവിക്കില്ല. You can't live according to what you നിന്റെ want. ജീവിതം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് Your മാത്രമായിരിക്കണം. life should be for the glory of God. Come on, കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. How many of you are hearing say amen? So ബെത്ലഹേമിലാണ് യേശു ജനിച്ചത്. Jesus was born in പക്ഷേ Bethlehem. ഹെരോദാവ് വളർത്തത്തില്ല. Herod didn't let him grow. പക്ഷെ നാസറേത്തിലേക്ക് അവൻ വന്നു. He moved to Nazareth. നാസറേത്ത് ഒരു ചെറിയ ഗ്രാമമാണ്. Nazareth was a small village. ജോസിഫസ് പറയുന്നു 400 പേർ മാത്രമാണ് അന്ന് നാസറേത്തിലുള്ളത്. Josephus says that there was only 400 people residing in Nazareth. അതൊരു കുഗ്രാമം, ആർക്കും അറിയപ്പെടാത്ത It ഗ്രാമം. was a remote village, nobody knew about it. പക്ഷെ ഇന്ന് നാസറേത്ത് എല്ലാവർക്കും അറിയാം. But today everybody knows about Nazareth. Amen. Amen. ഞാൻ ഒരു ദൂത് പറയാം. I'll tell you a message. അപ്പുറത്തെ യൂണിവേഴ്സിറ്റിയിലല്ല ഓക്സ്ഫോർഡ് അറിയപ്പെടുന്നത്, നിന്റെ അഭിഷേകത്തിലാകട്ടെ ഓക്സ്ഫോർഡ് അറിയപ്പെടുന്നത്. Oxford will not be known by the university but by your anointing. Amen. നിന്റെ അഭിഷേകം ദേശാധിപതിയുടെ നുകത്തെ Your തകർക്കുമാറാകട്ടെ. anointing will break the principalities' yoke. Come on, വാ തുറന്ന് ആമേൻ പറഞ്ഞേ. Open your mouth and say amen. ഹല്ലേലൂയ. Hallelujah. നസ്രത്ത് എന്ന് പ്രസിദ്ധമായി. Nazareth is famous. നസ്രത്ത് ഭൂമിയിൽ മാത്രമല്ല ഇന്ന് പ്രസിദ്ധം. Not just in this world. സ്വർഗ്ഗത്തിൽ പോയി നസ്രായൻ എന്ന് പറഞ്ഞാൽ ദൂതന്മാർ പറയും കുഞ്ഞാടി നീ And അറക്കപ്പെട്ടു. if you go to heaven and say Nazarene, they will say the lamb was slain. നാസ്രയനായ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ഭൂതങ്ങൾ, അതേ രോഗങ്ങൾ ഇന്ന് ഭൂമിയിൽ When മുട്ടുമടക്കുന്നു. you say in the name of Jesus of Nazareth, the demons will bow their knees down. നരകത്തിൽ പോയി നാസ്രയനായ യേശു എന്ന് പറഞ്ഞാൽ സാത്താൻ വിറയ്ക്കുന്നു. If you go to hell and say Jesus of Nazareth, Satan will be shaking. സ്വർഗം ഭൂമി പാതാളത്തിൽ നാസറേത്ത് In പ്രസിദ്ധമായി. heaven, earth and in paradise, Jesus of Nazareth is famous. നീ വിശ്വസ്തനെങ്കിൽ, If you're faithful, നീ വിശുദ്ധിയിൽ നിൽക്കുമെങ്കിൽ, if you're living a നീ holy life, വിശുദ്ധനെങ്കിൽ വിശുദ്ധിയിൽ if നിൽക്കുമെങ്കിൽ, you are a holy man or woman, നിന്റെ പേരിലായിരിക്കും പട്ടണം അറിയപ്പെടുവാൻ your വേണ്ടി പോകും. name is how this land will be known. Hallelujah. Hallelujah. What's the importance of Nazareth? നസ്രേത്തിന്റെ പ്രത്യേകത എന്താണ്? What is the importance of Nazareth? അവിടെ മറിയയുണ്ട്, യോസെഫുണ്ട്, യേശുവുണ്ട്. Mary was there, Joseph was there, Jesus was മറിയ, there. യേശു, സ്തോത്രം. അതെ, മറിയ, യോസെഫ്, യേശു. Mary, Joseph and Jesus. സോ യേശു അവിടെ ഒറ്റയ്ക്കല്ല. Jesus was not അവിടെ alone. വളർത്തുന്നതായ അമ്മയും അപ്പനും കൂടെയുണ്ട്. He had parents who were making him grow. യേശുവിനോടൊപ്പം 2 പേർ കൂടെയുണ്ട്. 2 people were with Jesus. യെസ്, അതുകൊണ്ടാണ് ഞാനത് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഫെലോഷിപ്പ്, അത് കൂട്ടായ്മയുടെ സ്ഥലം എന്ന് It is പറയുന്നത്. a place of fellowship because of that. ആമേൻ. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, കൂട്ടായ്മയിലെ To വളരത്തുള്ളൂ. shake 2 people and say walk in fellowship. കൂട്ടായ്മയിലെ നീ വളരത്തുള്ളൂ. യു ക്യാൻ ഗ്രോ ഓൺലി ഇൻ യുവർ ഫെലോഷിപ്പ്. Amen. മാർക്കറ്റിലല്ല നീ വളരുന്നത്, You don't grow in a market. ആത്മാവിൽ നീ വളരുന്നത് ഫെലോഷിപ്പിലാണ്. You grow in spirit in fellowship. Amen. ആത്മീയ ജീവിതം വളർച്ചയുടെ ജീവിതമാണ്. Spiritual life is a life of growth. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. If you're listening, say amen. ആത്മീയ ജീവിതം വളർച്ചയുടെ ജീവിതമാണ്. Spiritual life is a growing life.
ക്യാമറക്കാരെ ശ്രദ്ധിക്കണേ, ഞാൻ ചിലപ്പോ ഫ്രണ്ടിലേക്ക് ഇറങ്ങി നിൽക്കുക. Camera people pay attention. Pastor will be coming down. Because I feel such an intimacy this morning. Amen. 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 Hallelujah. Hallelujah. ചിലരുടെ തൊട്ടൊക്കെ ദൂത് പറയാൻ എനിക്ക് ഭയങ്കര I ആഗ്രഹം. have a desire to touch some of you and prophesy over your life. Amen. എല്ലാ വാച്ച് നിൽക്കട്ടെ. Let my watch stop here. Okay, let it be. ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ പെട്ടെന്ന് നിർത്താൻ പോവാ. So fellowship വളരെ ഇമ്പോർട്ടന്റ് ആണ്. Fellowship is a very important Fellowship thing. ഇല്ലാതെ നിങ്ങൾക്ക് വളരാൻ പറ്റത്തില്ല. You can only grow in fellowship. എത്ര പേര് ജാസ്മിൻ ഫ്ലവർ കണ്ടിട്ടുണ്ട്? How many of you seen a jasmine flower? അത് ക്ലൈംബർ ആണ് അല്ലെങ്കിൽ ക്രീപ്പേഴ്സ് ആണ്. It is a creeper climbing plant. എത്ര പേര് ബ്ലാക്ക് പെപ്പർ കണ്ടിട്ടുണ്ട്? കുരുമുളക് വള്ളി, കുരുമുളക്. How many of you seen black pepper? ഇതിന്റെ ഒരു സ്ട്രോങ് സ്റ്റംപ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജാസ്മിൻ ഫ്ലവറിനും ഈ ബ്ലാക്ക് പെപ്പറിനും വളരുവാൻ കഴിയത്തുള്ളൂ. Only if there is a supporting system, these plants can grow. അർത്ഥം നിനക്ക് എത്ര സ്പൈസി അനോയിന്റിംഗ് ഉണ്ടെങ്കിലും, however anointing your anointing is spicy, വിഷണറി നീ ആണെങ്കിലും, however widespread you are, ഒരു സ്ട്രോങ് സപ്പോർട്ട്, ഒരു ഫെലോഷിപ്പ് ഉണ്ടെങ്കിലേ നിനക്ക് വളരാൻ you പറ്റത്തുള്ളൂ. can only grow with the support of a fellowship. Amen. എത്ര വലിയ വിഷണറി എന്ന് തോന്നിയാൽ, however of a great visionary you are, however gifts you have, അതേ നിന്റെ റൈറ്റ് ഫെലോഷിപ്പിലെ നിനക്ക് വളരാൻ you പറ്റത്തുള്ളൂ. can only grow inside the right fellowship. ആമേൻ. Amen. ആ ഫെലോഷിപ്പിൽ ഒരു മറിയുണ്ട്, ഒരു യോസെഫ് ഉണ്ട്. മീനിങ് രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. There were two things in that fellowship, Mary and Joseph. There are two parameters. രണ്ട് കാര്യങ്ങൾ അതേ സ്തോത്രം ഫെലോഷിപ്പിൽ And ഉണ്ടായിരിക്കും. in fellowship there are two parameters. അതെന്താണെന്ന് അറിയോ? Do you know what it is? ദൈവവചനവും ദൈവത്തിന്റെ ആത്മാവും. The word of God and the spirit of God. Yes. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. Say amen. ഞാൻ കൂടുതൽ പ്രസംഗിച്ചു പോകത്തില്ല, അല്പം ടീച്ച് ചെയ്തു പോകും. I will not be preaching, I'll be teaching you. Yes, സ്തോത്രം. ദൈവത്തിന്റെ കൂട്ടായ്മയിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. In God's fellowship there'll be two things. ഡീക്കനും ഡീമനും അല്ല ഫെലോഷിപ്പിലുള്ളത്. Not deacon and demon. Oh, come on. സ്തോത്രം. ഫെലോഷിപ്പിൽ ദൈവവചനമുണ്ട്, ദൈവത്തിന്റെ ആത്മാവുണ്ട്. In the fellowship there'll be the word of God and the spirit of God. എങ്ങനെ പറയാൻ കഴിയും? How can you say that? 1 രാജാക്കന്മാർ 7-ാം അധ്യായം 1 Kings chapter 7. 21 വായിക്കുമ്പോൾ, When you read verse 21. 1 രാജാക്കന്മാർ 7:21 വായിക്കുമ്പോൾ, When you read 1 Kings 7:21. ശലോമോന്റെ ആലയത്തെ കുറിച്ച് പറയുന്നു. It talks about the temple of Solomon. നോക്കിയേ ശലോമോന്റെ ആലയത്തിൽ രണ്ട് പില്ലേഴ്സ് ഉണ്ട്. And there were two pillars in the temple of Solomon. ഇവിടെ ആയിരിക്കുന്ന ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ നോക്കി പ്രൊഫറ്റിക്കലി ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, നിന്നെ ഒരു പില്ലറായി, കിങ്ഡം പില്ലറായി ദൈവം വിളിച്ചിരിക്കുന്നു. I declare over some families and some individuals, the Lord has called you as a kingdom pillar. Amen. അർത്ഥം people of responsibilities. Yes. People of responsibility. Amen. ലോകത്തിന്റെ ഒരു ജംഗം നിന്റെ തോളത്ത് കയറത്തില്ല. ആത്മാക്കളുടെ ഉത്തരവാദിത്വം മാത്രമേ നിന്റെ തോളത്തിരിക്കൂ. You will not carry any junk of this world on your shoulder, only the burden of souls. Amen. രണ്ട് പില്ലേഴ്സ് അവിടെയുണ്ട്. There are two pillars mentioned in that verse. യാക്കീൻ and ബോവസ്. And it says Yakin and Boaz. What's the meaning of യാക്കീൻ? What does Yakin mean? യാക്കീൻ എന്ന് പറഞ്ഞാൽ ദൈവവചനം. Yakin means the word of God. യാക്കീൻ means established. ദൈവം സ്ഥാപിച്ചു. It means established. ദൈവം വചനത്താൽ സകലതിനെ സ്ഥാപിച്ചു. The Lord established everything through his word. സ്തോത്രം. യാക്കീൻ represent the word of God. Amen. സ്തോത്രം. രണ്ടാമത് ബോവസ്. And the second name is Boaz. ബോവസ് means strength. Boaz means strength. ബോവസ് എന്ന് പറഞ്ഞാൽ ബലമാണ്. It means strength. പരിശുദ്ധാത്മാവിന്റെ ബലമാണ്. It is the strength of the Holy Spirit. So ഒരു വശത്ത് ദൈവവചനം, മറുവശത്ത് ദൈവത്തിന്റെ ആത്മാവ്. One side the word of God, the other side the spirit of God. ഇത് രണ്ടും ഈക്വലി നിന്നിൽ ഓപ്പറേറ്റ് ചെയ്യണം. These should be equally operating inside of you. രണ്ടുപേരെ തൊട്ട് പറ, ഹാൻഡിക്യാപ്റ്റ് ആകല്ല. Shake the person next to you and say, don't be handicapped. ഹാൻഡിക്യാപ്റ്റ് ആകല്ല. Don't be handicapped. ചിലടത്ത് ചെല്ലുമ്പോൾ വചനമുണ്ട്, ആത്മാവില്ല. ചിലടത്ത് ചെല്ലുമ്പോൾ ആത്മാവ് മാത്രമുണ്ട്, വചനമില്ല. Some places you go, there is the word alone. Some places you go, there's just the spirit. എന്നാൽ ഇന്ന് പകൽ നിനക്ക് രണ്ട് കൈയുള്ളതുപോലെ, And just like you've got two രണ്ട് hands, കണ്ണുള്ളതുപോലെ, just like you have two eyes, രണ്ട് കാലുള്ളതുപോലെ, like you have two legs, രണ്ട് കിഡ്നി ഉള്ളതുപോലെ, like you have two kidneys. ദൈവവചനമുണ്ട്, ദൈവത്തിന്റെ The ആത്മാവുണ്ട്. word of God is there and the spirit of God is there. Equal importance. They have equal importance. ദൈവവചനവും ദൈവത്തിന്റെ ആത്മാവും, ദൈവത്തിന്റെ ആത്മാവും ദൈവവചനവും. The word of God and the spirit of God, the spirit of God and the word of
കാരണം God. ഇത് സൺഡേ ക്ലബ് അല്ല, This is not a Sunday ഇത് club. ദൈവത്തിന്റെ ഫെലോഷിപ്പ്. This is the fellowship of God. Amen. Amen. ഓക്കെ, Yes. മനസ്സിലാകുന്നോ? Do you understand? ഈക്വൽ ഇമ്പോർട്ടൻസ് ദൈവവചനവും ദൈവത്തിന്റെ There is ആത്മാവും. equal importance to the word of God and the spirit of God. ചിലർ ചെല്ലുമ്പോ തുമ്പി തുള്ളൽ മാത്രമേ ഉള്ളൂ. Some places you just see them jumping. ഇന്ന് വചനം പറയാൻ എനിക്ക് പ്രേരണയില്ല, നമുക്ക് എല്ലാവർക്കും തുമ്പി തുള്ളാം. They say that we have no inspiration to say the word of God. Let's just jump. എടാ മന്ദബുദ്ധി, You fool. നിന്റെ ക്ലബ് ഡാൻസിലല്ല സഭ നിൽക്കുന്നത്, ദൈവവചനത്തിലാണ് സഭ The church നിൽക്കുന്നത്, സഭ doesn't വളരുന്നത്. stand on your club dance. It stands on the word of God. Amen. ശാന്തമായി ഇരുന്ന് നമുക്ക് പോയിന്റ് തള്ളാം. And they say, let us silently just listen to points. പരീശൻ, He's a Pharisee. That's right. ദൈവശക്തിയെ നിഷേധിക്കുന്നവന്റെ പേരാണ് ഫരീശൻ. People who deny the power of God, you are called a Pharisee. എന്നാൽ നമ്മൾ ക്ലബ് ഡാൻസിന്റെ ആൾക്കാരല്ല, നമ്മൾ പരീശന്റെ ആൾക്കാരല്ല. ഈക്വൽ ഇമ്പോർട്ടൻസ് ദൈവവചനവും ദൈവത്തിന്റെ. We are not a club dancers or the Pharisees. We give equal importance to the word of God and the spirit of God. Amen. That's right. ആമേൻ. Amen. സോ ഈ ഫെലോഷിപ്പിൽ നോക്കുമ്പോ When you look at this fellowship, അവിടെ മറിയുണ്ട്, യോസഫ് ഉണ്ട്, അവർക്ക് യേശു കീഴടങ്ങി. they have Mary and Joseph, and Jesus surrendered to them. മറിയക്കും യോസഫിനും യേശു കർത്താവ് സബ്മിറ്റഡ് ആയിരുന്നു, കർത്താവ് കീഴടങ്ങി ജീവിച്ചു. Jesus was submitted to Mary and Joseph. അതിനർത്ഥം ഫെലോഷിപ്പിൽ ലീഡർഷിപ്പ് ഉണ്ട്. That means in fellowship there is a leadership. Amen. Amen, 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 amen. Amen. ഫെലോഷിപ്പിൽ ലീഡർഷിപ്പ് ഉണ്ട്. In your fellowship there is a leadership. ഞാൻ എന്തിനാ അയാൾക്ക് കീഴടങ്ങണം? Why should I surrender or submit to that leader? ഞാൻ നാലാം തലമുറ പെന്തിക്കോസ്തുകാരനാ. I am a fourth generation Pentecostal. എല്ലാ ദേവദാസന്മാരെ എനിക്കറിയാം. I know all these pastors. ഞാൻ എന്തിനാ അയാൾക്ക് കീഴടങ്ങണം? Why should I surrender? തോമസ് ലീഹ വന്നപ്പോ ഞങ്ങളുടെ വലിയപ്പച്ചനാണ് തിളച്ച വെള്ളം തോമസ് ലീഹയുടെ കയ്യിലൊഴിച്ചത്. It is my grandfather who poured the hot water onto the hands of Thomas. എന്നാൽ താഴ്മയുള്ളവന് ദൈവം കൃപ കൊടുക്കുന്നു. But the Lord gives grace to the humble. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ, If you read from Genesis through to Revelation, ബൈബിൾ ഈസ് ദ ബുക്ക് ഓഫ് ലീഡർഷിപ്പ്. വേദപുസ്തകം ലീഡർഷിപ്പിന്റെ പുസ്തകമാണ്. and the Bible is a book of leadership. ഞാൻ പറഞ്ഞല്ലോ 18ാമത്തെ വയസ്സ് മുതൽ ഞാൻ പ്രസംഗിച്ചു തുടങ്ങി. From the age of 18, pastors been preaching. അനേകം ഫാദേഴ്സ് എന്നെ കറക്റ്റ് ചെയ്തത് കൊണ്ടാണ് ഈ ലെവലിൽ ഞാൻ I വന്നത്. am standing on this level because many fathers corrected him. എന്റെ മുഖത്ത് എന്തെങ്കിലും കരിയുണ്ടെങ്കിൽ, അഴുക്കുണ്ടെങ്കിൽ, If there is something like a stain on my face, യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും കയറി ആരാ അവന്റെ തല വെട്ടട്ടെ എന്ന് പറയുന്നവനല്ല അതേ ഫാദർ. a father will not go to YouTube and says his head should be chopped off. എന്റെ അടുത്തേക്ക് നടന്നു വന്ന് മക്കളെ തുടച്ചു മാറ്റും, That കുറച്ചുകൂടെ നന്നായി. father will walk up to me and say, wipe away that stain. Amen. നിന്നെ തലവെട്ടുന്നവനല്ല ഫാദർ. Your father will not chop your head off. വേറെ ആരും അറിയാതെ നിന്നെ കറക്റ്റ് ചെയ്യുന്നവനാണ് നിന്റെ ഫാദർ. Your father will correct you in secret without anybody knowing. ഇത് പ്രസംഗിച്ച് തീരത്തില്ല കേട്ടോ. It will not finish with preaching. കാരണം ഇന്ന് പകൽ ഒരു വചനത്തിന്റെ ഡെപ്ത് ഇവിടെ തുറക്കുന്നത് ഞാൻ മനസ്സിലാക്കി. I see a depth of the word of God opening in this place. ഇതിനകത്തിരിക്കുന്ന ആരൊക്കെയോ പറയുന്നു, എനിക്ക് അങ്ങനെ ഒരു ഫാദർഹുഡ് കിട്ടിയിട്ടില്ല. Some of you are sitting here and saying, I've still not got a father like that. എന്നെ മുറിവേൽപ്പിച്ച ഒത്തിരി പേരുണ്ട്. There are many people who wounded me. എന്റെ ചൈൽഡ് ഡോൺ വേഴ്സ്, എന്റെ സൺഡേ സ്കൂൾ ഉൾപ്പെടെ എന്നെ വേദനിപ്പിച്ച ഒത്തിരി From പേരുണ്ട്. my Sunday school days, there are people who have hurt my feelings. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവം നിന്നെ ട്രെയിൻ ചെയ്യാൻ. But I'm telling you, God was training you. ഫാദർഹുഡിന്റെ മദർഹുഡിന്റെ ഇമ്പോർട്ടൻസ് എന്തെന്ന് ദൈവം നിന്നെ ട്രെയിൻ ചെയ്യാൻ. The Lord is training you the importance of fatherhood and motherhood. എന്തിനു വേണ്ടി? Why? ലക്ഷങ്ങൾക്ക് നീ ഒരു അപ്പനാകാൻ, അമ്മയാകാൻ. Because so that you will become a father or mother to thousands. കരങ്ങളൊന്ന് കാണട്ടെ. Let me see your hands. നോക്ക്, ഈ കരങ്ങൾ ലക്ഷക്കണക്കിന് ജനത്തിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ പോകും. Yes, these hands are going to wipe the tears of thousands of people. Lakhs of people. Lakhs of people. Amen. മറിയയ്ക്കും
യോസഫിന് അവൻ കീഴടങ്ങിയിരുന്നു. He was submitted to Mary and Joseph. ഒരു ഫെലോഷിപ്പിൽ ഒരു ലീഡർഷിപ്പ് ഉണ്ട്. In your fellowship there is a leadership. ഞാൻ ചോദിക്കട്ടെ, ആരാ നിന്റെ ലീഡർ? Who is your leader? ആരാ നിന്നെ കറക്റ്റ് ചെയ്യുന്നത്? Who is correcting you? Amen. ചിലർ പറയും ദൈവം എന്നെ കറക്റ്റ് ചെയ്യും. Some people will say God corrects me. നല്ല കാര്യം. It's a good thing. പക്ഷെ ദൈവം മാത്രമല്ല, ലോക്കലി നിനക്കൊരു ലീഡർ ഉണ്ട്. But not just God, locally there is a leader. ആഫ്രിക്കയിൽ ഇരിക്കുന്നവനാണ് എന്റെ സ്പിരിച്വൽ ലീഡർ. അമേരിക്ക നോ. You might say my spiritual leader is in Africa or America. അവനെ നിന്നെ അറിയാമോ? Does he know you? ഫിസിക്കൽ പ്രസൻസ് ഉണ്ടോ? Is there a physical presence of the Father? ഹാലൂസിനേഷനിൽ ജീവിക്കാതെ, ഊഹാഭോഗത്തിൽ ജീവിക്കാതെ, റിയാലിറ്റിയിൽ ജീവിക്കുക. Come into reality, don't live in hallucination. Amen. Amen. അതുകൊണ്ട് ആഫ്രിക്കൻ മറ്റവൻ നോ ആഫ്രിക്ക ഏറ്റവും കൂടുതൽ കറപ്ഷൻ, സ്പിരിച്വൽ കറപ്ഷൻ എന്ന് നടക്കുന്നത് ആഫ്രിക്കയിലാണ്. The greatest spiritual corruption is currently happening in Africa. അത് വേറൊരു പ്രസംഗം പിന്നെ പറഞ്ഞു. It is another preaching, I'll tell you later. എന്നാൽ സ്പിരിച്വൽ ഫെലോഷിപ്പിൽ ഒരു ലീഡർഷിപ്പ് ഉണ്ട്. But in your spiritual fellowship there is a leadership. ബൈബിളിൽ ആരാണോ VVIP ആയി സ്റ്റാർസ് ആയി പൊങ്ങിയത് അവർക്കെല്ലാവർക്കും ഒരു ലീഡർ ഉണ്ടായിരുന്നു. Whoever has succeeded as VIPs in the Bible, they had a leader. Yes, amen. ബൈബിളിൽ ഷൈൻ ചെയ്ത ആരാണോ അവർക്കെല്ലാവർക്കും ഒരു ലീഡർ ഉണ്ട്. Whoever shined in the Bible, they had a leader. ജ്വലിക്കണമെന്ന് പറയുന്നവർ ആമേൻ പറഞ്ഞേ. If you want to be set on fire, say amen. ഒരു അബ്രഹാം ഉണ്ടോ, അവൻ ഒരു മെൽക്കിഷേദക്ക് ഉണ്ട്. If there is an Abraham, there is a Melchizedek for him. ഒരു മോശ ഉണ്ട്, അവൻ ഒരു യിത്രോ ഉണ്ട്. If there is a Moses, there is a Jethro. ഒരു എലീശ ഉണ്ട്, അവൻ ഒരു എലീശ ഉണ്ട്, അവൻ ഒരു ഏലിയ ഉണ്ട്. If there is an Elisha, he has an Elijah. ഒരു ദാവീദ് ഉണ്ട്, അവൻ ഒരു ശമൂവേൽ ഉണ്ട്. If there is a David, there is a Samuel. പുതിയ നിയമത്തിലേക്ക് വന്നാട്ടെ. Let's come to the New ഒരു Testament. തീത്തോസ് ഉണ്ട്, അവൻ ഒരു പൗലോസ് ഉണ്ട്. If there is a Titus, there is a Paul. ഒരു തീമോത്തിയോസ് ഉണ്ട്, അവൻ ഒരു പൗലോസ് ഉണ്ട്. If there is a Timothy, there is a Paul. ഒന്നുമില്ലെങ്കിലും ഒരു യേശു കർത്താവുണ്ടോ, അവനെ സ്നാനപ്പെടുത്താൻ ഒരു യോഹന്നാൻ സ്നാപകനുണ്ട്. If there is a Jesus, there is a John the Baptist to baptize him. Amen. നിന്റെ സ്പിരിച്വൽ ലീഡർ മേ ബി നിന്നെ പോലെ വലിയ ഫേമസ് ആകണമെന്നില്ല. Your spiritual leader may not be famous like you. ജെത്രോ മോശയെ പോലെ വലിയ ഗ്ലോറി കണ്ടവനല്ല. Jethro did not see glory like Moses did. യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവിനെ പോലെ പവർഫുൾ അല്ലായിരുന്നു. John the Baptist was never powerful like Jesus. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറ, നമുക്കൊരു ലീഡർ ഉണ്ട്. Shake the person next to you and say, I have a leader. ആ ലീഡറിന് കീഴടങ്ങിയിരിക്കുക. I need to submit to my leader. ഞാൻ എൻ്റെ ഒരു രഹസ്യം പറയട്ടെ. Let me tell you my secret. ദൈവം എനിക്കൊരു പിതാവിനെ തന്നാൽ, If God gives me a father, അവന്റെ തലയിൽ ചവിട്ടുന്നതല്ല ശുശ്രൂഷ, അവന്റെ തോളത്തിരിക്കുന്നതാണ് ശുശ്രൂഷ. I will not step on his head and minister, I will sit on his shoulder. Amen. 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 അപ്പന്റെ ഹൃദയത്തെ തകർക്കുന്നവന്റെ പേരാണ് പ്രോഡിഗൽ സൺ. A prodigal son is the one that breaks the father's heart. ധൂർത്തുപുത്രൻ അപ്പന്റെ ഹൃദയത്തെ തകർക്കും. A prodigal son destructs the father's heart. എന്നാൽ പ്രിയ മകൻ അപ്പന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. But a dear son calms, gives joy to the father's heart. എല്ലാ മലയാളി ആമേൻ പറഞ്ഞാട്ടെ. All Malayalis say amen. എന്ന് ഈ പ്രിൻസിപ്പിൾ നമ്മൾ മറന്നോ, അന്ന് ചർച്ചിന്റെ ഗ്രോത്ത് നിന്നു. When you forget this principle, the church growth stops. എന്ന് ഈ പ്രിൻസിപ്പിൾ നമ്മൾ മറന്നോ, അന്ന് ദൈവസഭയുടെ ഉന്നമനം സ്തോത്രം തകർന്നു. The day we forgot this principle, the success of the church stopped. തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, നോർത്ത് ഇന്ത്യ മുഴുവൻ നിങ്ങൾക്ക് ഇത് കാണുവാൻ You കഴിയും. can see this practiced in Tamil Nadu, North India, and Andhra Pradesh. എന്നാൽ നിഗളികൾ പറയും, അയാൾ ആര്? But the people of pride will say, who is he? ഞാൻ എന്തിനായക്ക് കീഴടങ്ങണം? Why should I submit to him? എന്നാൽ തിരുവചനം പറയുന്നു, But the word of God says, സൃഷ്ടാവാം ദൈവം the creator God സൃഷ്ടിക്ക് കീഴടങ്ങി. was submitted to creation. Amen. 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 എലോഹീം വേഷത്തിൽ മനുഷ്യനായി വന്നപ്പോൾ, സൃഷ്ടാവാം ദൈവം ലോകത്തിൽ വന്നപ്പോൾ, When Elohim came to this earth as a man, മറിയയ്ക്കും യോസഫിനും കീഴടങ്ങി. he submitted to Mary and Joseph. ഒരിക്കൽ കൂടെ, Once God again. of perfection, imperfect ആയിട്ടുള്ള മറിയയ്ക്കും യോസഫിനും കീഴടങ്ങി. The Lord of perfection became submissive to the imperfect Mary and Joseph. Amen.
അതിന്റെ പേരാണ് fellowship. That is what fellowship is. Amen. Amen. So right people ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ കഴിയത്തുള്ളൂ. Only you can grow if you have the right people. Amen. ഒരിക്കൽ കൂടെ പറയാം. Let me tell you again. നമ്മുടെ ലൈഫിൽ റോങ് പീപ്പിൾ കടന്നു വരുമ്പോൾ നമ്മൾ തകരുന്നു, റൈറ്റ് പീപ്പിൾ കടന്നു വരുമ്പോൾ നമ്മൾ വളരുന്നു. When you wrong people come into your life, you are destroyed. When the right people come into your life, you grow. ഈ സെഷൻ കഴിയുമ്പോൾ എല്ലാ പ്രേമവും കാമവും യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. And after this section, every love and every lust be destroyed in the name of Jesus. Amen. ആരോ ഞെട്ടി. Somebody shook. നിനക്ക് വേണ്ടിയത് ദലീലയല്ല. You don't need the Galilee. ദലൈല നിന്നെ തകർക്കുന്നു. Delilah is the one that destroys you. പക്ഷേ ദെബോര നിന്നെ ഉയർത്തുന്നു. But Deborah will lift you up. ഒരിക്കൽ കൂടെ. Let me repeat. ദലീല നിന്നെ തകർക്കുന്നു. Delilah will destroy you. പക്ഷേ ദെബോര നിന്നെ എത്തിക്കേണ്ടത് എത്തിക്കുന്നു. But Deborah will get you where you should get to. Amen. Amen. ഓർഫ ചുംബിച്ച് വിട്ടുപിരിയുന്നു. Orpha hugged, kissed and went away. പക്ഷേ രൂത്ത് ചുംബിച്ച് ചേർന്ന് നിൽക്കുന്നു. But Ruth kissed and clung to Naomi. അടുത്തിരിക്കുന്നവരെ നോക്കി ചോദിക്കുക, ഏത് ക്ലബിലാ നിങ്ങള്? Look at the person next to you. Which club are you in? ഏത് ക്ലബിലാ നിങ്ങള്? Which club are you in? Amen. ഈ ഓർഫയാണെങ്കിൽ സഭായോഗത്തിന് വരും. Orpha will come to church. പക്ഷേ സഭായോഗത്തിന് വന്ന് അവളെ കയ്യിൽ ഒരു സൂട്ട്കേസ് ഉണ്ട്, അത് പുറത്ത് വെച്ചിട്ടാണ് അകത്ത് കയറുന്നത്. She puts her suitcase outside before she comes in. ഇൻ കേസ് ഇവിടെ എന്തെങ്കിലും പ്രശ്നം വരുന്നെങ്കിൽ ഇതിനെ എടുത്തിട്ട് വേണം അടുത്ത ഫെലോഷിപ്പിലേക്ക് പോകാൻ. Because in case there is a problem in the church, she needs to take her suitcase and go to the next fellowship. Come on. In case എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, if some problem happens, മറ്റേ പാസ്റ്റർ കൂടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. She's already called the other pastor. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. And she speaks to the other pastor. പുള്ളി ഇങ്ങനെ വല വിരിച്ച് കാത്തിരിക്കുക. He's put the net out waiting. പുള്ളി പറയുന്നുണ്ട്, ഞാൻ കണ്ടു നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ആരാധിക്കാൻ ഞാൻ കണ്ടു. He says, I have seen you coming here and worshiping. വല്ലവന്റെ ഭാര്യ അടിച്ചു മാറ്റുന്നത് പോലെയാണ് വല്ലവന്റെ stealing somebody's wife. It's exactly like that. Stealing someone believers. Amen. Bible പറയുന്നു. But Bible says, congregation, I won't call you. വിശ്വാസി അടിച്ചു മാറ്റുന്ന കള്ളനല്ല, വിശ്വാസി അടിച്ചു മാറ്റുന്ന കൊള്ളക്കാരനാ. When you steal a believer, you're not just a thief, you're a robber. കള്ളൻ സ്വർഗ്ഗത്തിൽ പോകത്തില്ലേ, പിന്നെ എങ്ങനെ കൊള്ളക്കാരൻ സ്വർഗ്ഗത്തിൽ പോകുന്നത്? If the thief will not go to heaven, then how will the robber go? റവറൻഡ് റോബർ രാവിലെ കോട്ടൂട്ട് ഇറങ്ങിയിരിക്കുക. അടുത്തിരിക്കുന്നവർക്ക് പറ, ഫെലോഷിപ്പ് പണിയുന്നതാണ്. Shake the person next to you and say, fellowship builds you. Amen. ഫെലോഷിപ്പ് പണിയുന്നതാണ്. Fellowship builds you. അനുഗ്രഹമാണോ? Is it a blessing? അനുഗ്രഹമാണോ? Is it a blessing? പ്രാപിക്കുന്നോ? Amen. ഇഷ്ടപ്പെട്ടോ? Do you like it? ഒരു അങ്കിൾ എന്നെ തുറിച്ചു നോക്കുന്നു. One uncle is staring at me. ഞാൻ പേടിക്കത്തില്ല. I will not get afraid. ഹല്ലേലൂയ, സ്തോത്രം. അതെ, നീ മലയാളി സ്പിരിറ്റിലല്ല നിൽക്കേണ്ടത്, നീ വേദപുസ്തകത്തിന്റെ സ്പിരിറ്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. Don't operate in the Malayali spirit, operate in the spirit of the word of God. Praise God. ഈ ഫെലോഷിപ്പിന് രണ്ട് മണ്ഡലമുണ്ട്. There are two realms to the fellowship. കേക്ക്, ഒന്ന് upward, മറ്റൊന്ന് ഒന്ന് vertical, മറ്റൊന്ന് horizontal. One is a vertical realm and another is a horizontal realm. കുരിശ് കണ്ടിട്ടുണ്ടോ? കുരിശ്. Have you seen the cross? കുരിശ് കണ്ടിട്ടുണ്ടോ? Have you seen the cross? കുരിശായിട്ടുണ്ടോ എന്നല്ല ചോദിച്ചേ, I കുരിശ് didn't കണ്ടിട്ടുണ്ടോ? ask, did you become a cross? Have you seen a cross? കുരിശ് രണ്ട് സ്പാനാണ് ഉള്ളത്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. There is a vertical and a horizontal span to the cross. ഇതുപോലെ തന്നെ ഫെലോഷിപ്പിന് രണ്ട് മണ്ഡലങ്ങളാണ് ഉള്ളത്. There are two realms to fellowship. ഒന്ന് ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ്. One is a fellowship with God. രണ്ട് ദൈവജനവുമായിട്ടുള്ള ഫെലോഷിപ്പ്. And the other is a fellowship with the people of God. ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ്. The fellowship with God. ദൈവജനവുമായിട്ടുള്ള And the ഫെലോഷിപ്പ്. fellowship with the people of God. ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പിന്റെ പ്രത്യേകത എന്താ? What is the importance of the fellowship with God? എന്തോ സംഭവിച്ചാലും ഞാൻ ദൈവസന്നിധിയിൽ കാണും. Whatever happens, I will stand in the presence of God. Amen. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിച്ചപ്പോ സൗഖ്യം. തട്ടിക്കോ ഇപ്പൊ കിട്ടും. തട്ടിക്കോ.
Just clap, you will receive അപ്പൊ now. ഈ ക്ലാപ്പ് എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടി മാത്രമാണെങ്കിൽ അത് ഫെലോഷിപ്പ് അല്ല. If you are just clapping to get something from God, that is not fellowship. കാരണം ദൈവം നിന്റെ ATM അല്ല. Because God is not your ATM. Amen. Yes. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ മേജർ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടായിട്ടില്ല. If you ask me, I will tell you my major prayer requests have not been answered. എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനകൾക്കും ലോങ്സ്റ്റ് ഉപവാസത്തിനും ഇന്നും മറുപടി ഉണ്ടായിട്ടില്ല. Even my greatest prayer and the longest fasting, I still haven't got an answer. അപ്പൊ എങ്ങനെയാ ബ്രദറെ ഇന്ന് നിന്നു പോകുന്നത്? But you might ask, how am I surviving? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. Even if he kills me, I will wait on the Lord. ഞാൻ എൻ്റെ നടപ്പ് അവന്റെ മുൻപിൽ തെളിയിക്കും. Because I will prove my walk in front of the Lord. Amen. എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ തട്ടാം എന്ന് പറയുന്നതല്ല ആത്മീയ. Spirituality is not saying if I get something I will clap my hands. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. I will praise the Lord at all അവന്റെ സ്തുതി times. എപ്പോഴും എൻ്റെ His നാവിന്മേൽ praise ഇരിക്കും. will be on my lips. Come on. ഞാൻ ജയിച്ചാലും ശരി തോറ്റാലും ശരി, Whether I win or I fail, എനിക്ക് കിട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി, whether I get it or എന്റെ not, പ്രാർത്ഥന കേട്ടാലും ശരി മറുപടി whether വന്നില്ലെങ്കിലും he ശരി, hears my prayer or not, എന്ത് വന്നാലും എന്റെ കർത്താവിനെ വിട്ട് ഒരു പരിപാടിക്ക് ഞാൻ ഇല്ല. whatever happens, I have no business without my Lord. പോളികാർപ്പ് എന്ന് പറയുന്ന ഒരു ഡിസൈപ്പിൾ ജോൺ ദ ബിലവഡ് ഉണ്ടായിരുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ ഉണ്ടായിരുന്നു. John the apostle had a disciple called Polycarp. പോളികാർപ്പിനെ രാജാവ് അറസ്റ്റ് ചെയ്ത് രാജധാനി നിർത്തി. Polycarp was arrested and put in front of the king. എന്നിട്ട് സ്തോത്രം രാജാവ് പറഞ്ഞു, And the king said, നീ യേശുവിനെ തള്ളിപ്പറ, you must deny Jesus. ഞാനാണ് നിന്റെ ദൈവം എന്ന് പറ. Say that I am your God. കുറുലോ സീസർ എന്ന് പറഞ്ഞാൽ മതി. And he said, just Koro Caesar. കുറുലോസ് ക്രിസ്റ്റോസ് എന്ന് പറയാതെ, Without saying Kuros Christos, പക്ഷേ പോളികാർപ്പ് തല ഉയർത്തി പറഞ്ഞു, Polycarp lifted his head and said, രാജാവേ King, രാജാവേ, King, രാജാതി രാജാവ് എനിക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ല. King of kings has done me no harm. Amen. രാജാവേ രാജാതി രാജാവ് ഒരു ദോഷവും എനിക്ക് എതിരെ ചെയ്തിട്ടില്ല. King, the King of kings has done me no harm. പിന്നെ എങ്ങനെ ഞാൻ അവനെ തള്ളിപ്പറയും? How can I deny him then? രാജാവ് ദേഷ്യപ്പെട്ട് ഓടി വന്ന് The king got angry and came, കത്തി എടുത്ത് took his knife പോളികാർപ്പിന്റെ ഹൃദയത്തെ കുത്തി തകർത്തു. and stabbed into Polycarp's heart. പോളികാർപ്പ് വീണ് മരിച്ചു. He fell and died. അതാണ് യഥാർത്ഥ ശിഷ്യത്വം. That is the true disciple. അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം. That is a true Christian. എന്തോ വാരി കൂട്ടുന്നതല്ല. Not gathering something. ഒരു കത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ അണയുന്നതാണ് ക്രിസ്ത്യ Yes, ജീവിതം. like a candle that is burning and finishing is a Christian life. Come on, കേൾക്കുന്നവർ കരങ്ങളെ ഉയർത്തി If ഹല്ലേലൂയ you are പറയൂ. hearing, lift your hand and say hallelujah. എന്തോ സംഭവിച്ചാലും എന്റെ കർത്താവാണ് എനിക്ക് വലിയവൻ. Whatever happens, my God is way greater for me. എന്റെ കർത്താവിനും എനിക്കും ഇടയിൽ വേറൊന്ന് വരുവാൻ ഞാൻ I will സമ്മതിക്കില്ല. not allow anything to come in between me and Jesus. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. Say amen. So invisible fellowship between me and God. അദൃശ്യമായ ഒരു ഫെലോഷിപ്പ് ഉണ്ട്. There is an invisible fellowship. ദൈവവും ഞാനുമായി അദൃശ്യമായ ഒരു ഫെലോഷിപ്പ് There is ഉണ്ട്. an invisible fellowship between me and God. Same time visible realത്തിൽ ഒരു ഫെലോഷിപ്പ് There is ഉണ്ട്. also a visible realm fellowship. ദൈവത്തോട് ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ If you have fellowship with God, ദൈവജനത്തോടും ഫെലോഷിപ്പ് you ഉണ്ട്. will have fellowship with the people of God. Amen. ചിലർ പറയും വേണ്ട ഞാൻ ചർച്ച വരുന്നില്ല ദൈവവുമായിട്ട് ഭയങ്കര കൂട്ടാം. Some people say, I will not come to church. I have a good friendship with God. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക. I pray all the ഞാൻ time. വീട്ടിൽ ഇരുന്ന ഫെലോഷിപ്പ് കൂടി I have fellowship at my house. ഏറ്റവും വലിയ കള്ളം That is the biggest lie. ദൈവവുമായിട്ട് കൂട്ടായ്മയുണ്ടെങ്കിൽ If you have fellowship with God, ദൈവജനത്തോട് you കൂട്ടായ്മ will have ഉണ്ടായിരിക്കും. fellowship with the people of God for sure. Amen. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ യേശുവിന്റെ മീറ്റിംഗിന് പോകാം. Shake the പെട്ടെന്ന് person next to you. Let's go for the meeting with Jesus. യേശുവിന്റെ മീറ്റിംഗിന് പോകാം. Let's go for Jesus' meeting. യേശുവിന്റെ മീറ്റിംഗിന് പോകുമ്പോൾ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഫെലോഷിപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. When you go for meeting with Jesus, you will see different levels of fellowship. 15 മിനിറ്റ് പ്രസംഗിക്കും, പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. 15 minutes, pastor will preach and then we're going to pray. 5 ലെവൽ ഓഫ് ഫെലോഷിപ്പ് ഞാൻ പറയാൻ പോവാ. I'm going to tell you 5 levels of fellowship. വളരെ ശ്രദ്ധിക്കുക. യേശുവിന്റെ Pay മീറ്റിംഗിന് പോകുമ്പോൾ, attention. When you go for the meeting with Jesus, യേശുവിന്റെ മീറ്റിംഗിന് പോകുമ്പോൾ when you go for Jesus' meeting, വലിയ ജനക്കൂട്ടമുണ്ട്. there is a great crowd. യേശു ഉള്ളിടത്ത് ജനക്കൂട്ടം ഉണ്ട്. Where Jesus is there, the crowd is there. Amen. ഒരിക്കൽ കൂടെ Let me repeat. യേശു ഉള്ളിടത്ത് ജനക്കൂട്ടം ഉണ്ട്. Where Jesus is, the crowd is there. Amen.
ചിലർ മിണ്ടുന്നില്ല. Some people are silent. കാരണം നിന്റെ പരീക്ഷ നിന്നെ പ്രസംഗിച്ച് പറഞ്ഞത് ജനക്കൂട്ടം വേണ്ട, വേർപാടാണ് വലുത്, വിശുദ്ധിയാണ് വലുത്. The Pharisee who taught you said you don't need crowd, you just need holiness and separation. അതല്ല ബൈബിൾ പറയുന്നത്. That's not what the word of God says. യേശു ഉള്ളിടത്ത്, അപ്പോസ്തലൻ ശുശ്രൂഷ ഉള്ളിടത്ത് അവിടെ ജനമുണ്ട്. Where Jesus was, where the apostolic ministry was, the crowd was there. ഇനി ജനക്കൂട്ടം വേണ്ടെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അസൂയ കൊണ്ടാണ് പറയുന്നത്. If people are saying you don't want crowds, it's because they're jealous of you. ജനക്കൂട്ടം വേണ്ടെന്ന് പറഞ്ഞവരോട് ചോദിക്കുക, ലാസ്റ്റ് 10 വർഷം താൻ എത്ര പേരെ സ്നാനപ്പെടുത്തി? People who say you don't need fellowship, ask them how many people did you baptize in the last 10 years? എത്ര ചർച്ചസ് പ്ലാൻ ചെയ്തു? How many churches did you plant? എത്ര ചർച്ചസ് പൊളിച്ചു എന്നല്ല ഞാൻ ചോദിച്ചത്. Not how many churches you broke, how many did you plant? ഓ, ബൈബിൾ പറയുന്നു. The word of God says, യേശു എവിടെയുണ്ടോ അവിടെ ജനമുണ്ട്. where Jesus is, the crowd is there. എത്ര ജനമുള്ള? How many people? പുരുഷൻ മാത്രം 5000. Just men alone 5000. ജോസഫസ് ചരിത്രകാരൻ പറയുന്നു, Josephus the historian says, 5000 പുരുഷന്മാരുണ്ടെങ്കിൽ if there are 5000 men, 10000 സ്ത്രീകൾ ഉണ്ടായിരിക്കും. there must be 10,000 women. 10000 സ്ത്രീകളുണ്ടെങ്കിൽ ഈ ബഹളം ഉണ്ടാക്കുന്ന പ്രായത്തിലുള്ള 20000 കുട്ടികൾ If ഉണ്ടായിരിക്കും. there was 10,000 women, at least 20,000 children were there. 5000 പുരുഷന്മാര്, 10000 സ്ത്രീകളെ, 20000 കുട്ടികൾ. 5,000 men, 10,000 women, 20,000 children. ഓൾമോസ്റ്റ് 35000 പേരാണ് യേശുവിന്റെ ക്രൗഡ്. At least 35,000 people were in Jesus' crowd. Amen. ദേശങ്ങൾ പൂട്ടിയിട്ടിട്ട് ജനം യേശുവിന്റെ പിന്നാലെ വരികയാണ്. People were leaving their towns and following Jesus. ഞാൻ വിശ്വസിക്കുന്നു, I believe ഇംഗ്ലണ്ടിന്റെ സകല സ്റ്റേഡിയമും നിറഞ്ഞു കവിയുന്ന ദിവസങ്ങൾ England കടന്നു വരും. stadium is going to overflow. That is my vision. I receive, Lord. I receive it. ഞാൻ വിശ്വസിക്കുന്നു, I believe ഈ രാജ്യത്തിന്റെ നല്ല നല്ല ഓഡിറ്റോറിയംസിൽ സഭാ ആരാധനകൾ ദൈവകൃപയാൽ നടക്കാൻ the പോകുന്നു. Lord is going to do his ministry and worship in great auditoriums in this land. ഞാൻ വിശ്വസിക്കുന്നു, I believe. മേലാൽ ഒരു പള്ളിയും മറ്റേതാകത്തില്ല, മറ്റേതെല്ലാം പള്ളിയായി നമ്മൾ തിരിച്ചു മേടിച്ചിരിക്കും. Amen. No churches will become another. The other will become churches. Amen. ഈ രാജ്യത്തിൽ നിന്ന് സൗദി അറേബ്യയിൽ ഓപ്പൺ ക്രൂസേഡ് നടത്താൻ നിങ്ങൾ കടന്നു പോകും. You will go and do open crusades in Saudi Arabia. ആ മേഖലയിൽ വലിയ കൊയ്ത്ത് ഈ തലമുറയിൽ കർത്താവ് ചെയ്യുവാൻ വേണ്ടി A പോകുന്നു. great harvest will be reaped in this generation. അത് പറഞ്ഞപ്പോൾ ഞാൻ കണ്ട ഒരു കാട്ടുതീ കാട്ടുതീ Oh, I കാട്ടുതീ see a wildfire. I see a forest fire. A forest fire is increasing in this place. ശക്തമായ ഇവാഞ്ചലിസ്റ്റിക് അനോയിന്റിംഗ് ചിലതിന് മേൽ ഇത് പകൽക്കാലം കർത്താവ് പകരുകയാണ്. I see the fire on some people in this place. കരങ്ങളെ അടിച്ച് Clap your hands. Clap your hands. Gospel, 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 gospel. Lekobo ho shantana ba 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 ba. Ripena bauda Emanaraba shampiriyamse. Come on. Yes. പതിനായിരക്കണക്കിന് ആത്മാക്കൾ യേശുവിന്റെ അടുക്കലേക്ക് കൂടി വരിക. 10,000 people are coming to Jesus. യേശുവിന്റെ നാമത്തിൽ In the name of ആ Jesus. കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടാകണം. Let you have that same vision. ആ കാഴ്ചപ്പാട് Let you നിങ്ങൾക്കുണ്ടാകണം. have that same vision. പതിനായിരക്കണക്കിന് ജനം കൂടി വരുന്ന കാഴ്ചപ്പാട് You should നിങ്ങൾക്കുണ്ടാകണം. have a vision that 10,000 people are gathering here. അത് ക്രിസ്മസ് ആണോ ഈസ്റ്റർ ആണോ? Whether it's Christmas or Easter. സ്പെഷ്യൽ വേദപുസ്തകത്തിന്റെ ഹോളിഡേയ്സ് ആണോ? And is it a holy day? യെസ്, പതിനായിരക്കണക്കിന് ജനം ദൈവകൃപയാൽ കൂടി വരണം. 10,000 people should gather by the grace of നഷ്ടപ്പെട്ട God. യൂറോപ്പിന്റെ ആത്മീയ പ്രതാപം ദൈവകൃപയാൽ സഭ തിരിച്ചു The പിടിക്കട്ടെ. lost revival of Europe will be regained by the church. I receive. നീ ഇവിടെ നേഴ്സായിട്ട് IT പ്രൊഫഷണൽ ആയിട്ടല്ല വന്നത്, നിന്നെ ദൈവം മിഷണറിയായി Yes. ഈ രാജ്യത്തിൽ You did കൊണ്ടുവന്നിരിക്കുന്നു. not come here as a nurse or an IT professional. You came as a missionary. Come on, come on, come on, take it, take it, take it. I receive, Lord. മിഷണറിയായി ഈ രാജ്യത്തെ ദൈവത്തിനെ You come കൊണ്ടുവന്നിരിക്കുന്നു. to this country as a missionary. യൂറോപ്പിൽ നിന്ന് നമ്മൾ ഒത്തിരി മേടിച്ചു. Europe came and did a lot. യൂറോപ്പിൽ നിന്ന് നമ്മൾ ഒത്തിരി മേടിച്ചു. We've taken a lot from the Europe. പക്ഷേ ഇന്ന് ഈ തലമുറ നമ്മൾ തിരിച്ചു കൊടുക്കുവാൻ But പോകുകയാണ്. this generation is going to give it back.
തെക്കേ വടക്കേ കിഴക്കേ പടിഞ്ഞാറേ ജനത്തെ വിട്ടുതരുവാൻ East, west, ഓക്സ്ഫോർഡിനോട് north, south. കൽപ്പിക്കുന്നു. I pray, I command, release your people. തെക്കേ വടക്കേ കിഴക്കേ പടിഞ്ഞാറേ ജനത്തെ വിട്ടുതരുവാൻ ഓക്സ്ഫോർഡിനോട് കൽപ്പിക്കുന്നു. I command to Oxford, north, south, east, west, release the people. Let the people go to Amen. worship the Lord. Yes. പുരുഷാരമല്ല ഫെലോഷിപ്പ്. It is not crowd that makes fellowship. പുരുഷാരത്തെ നമ്മൾ മിനിസ്റ്റർ ചെയ്യാണ്. We minister to the crowd. അവിടെ മുടന്തൻ നടക്കും. The lame will walk. അവിടെ ഊമൻ സംസാരിക്കും. The dumb will speak. അവിടെ ചെകിടൻ കേൾക്കും. The deaf will hear. അവിടെ കുഷ്ഠരോഗി ശുദ്ധനാകും. The leper will be healed. അവർക്ക് നമ്മൾ അപ്പം കൊടുക്കും. We will give them bread. യേശുവിന്റെ നാമത്തിൽ ഫീഡിംഗ് പ്രോഗ്രാം ഉണ്ടാകാൻ പോവാ. Let there be healing programs will happen. ഫീഡിംഗ് പ്രോഗ്രാം ഉണ്ടാകാൻ പോവാ. Healing programs will happen. അതിനുവേണ്ടി സ്റ്റോർ ഹൗസ് ദൈവം നിങ്ങൾക്ക് തരാൻ The പോവാ. Lord is going to give you a storehouse for it. പുരാതന ശൂന്യങ്ങളെ നീ പണിയും. You will build the wasted places. അടഞ്ഞു കിടക്കുന്ന കോംപ്ലക്സുകളെ സഭ തുറക്കും. The complexes that are shut down, the church will open it. ആയിരങ്ങൾക്ക് നീ അപ്പം കൊടുക്കും. You will feed thousands. ആയിരങ്ങൾക്ക് നീ ആലോചന കൊടുക്കും. You will give message to ഒരു thousands. വശത്ത് നീ ആലോചന കൊടുക്കും, മറുവശത്ത് നീ അപ്പം കൊടുക്കും. One side you'll give the message, the other side you'll give the bread. Come on, I receive. Retema seklana na basha. Ruda da da siana voda na ma. Remana sebora shetra. Ekiana selena. Rumana da shetra basiana. Rimleria bagasetieni. Come on, come on, come on. Rula na brata. La kobo hosekana. Eliatuna ramahasenderi. നീ കണ്ടിട്ടില്ലാത്ത ജാതിക്ക് നീ ഒരു അനുഗ്രഹമാകും. You are going to be a blessing to nations you've never seen കേട്ടിട്ടില്ലാത്ത before. ജാതികളെ നീ ശുശ്രൂഷിക്കും. You will minister to nations you've never even heard of them. ഇന്ന് പകൽ നിന്റെ മേൽ ഒരു കുടയെ ദൈവം I നിവർത്തുന്നു. see an umbrella being opened up over you. ഒരു ഗ്ലോറി അംബ്രല്ല നിന്റെ മേൽ I കർത്താവ് see a സ്ഥാപിക്കുന്നു. glory umbrella being established on you. പതിനായിരങ്ങൾ അംബ്രല്ലയിലേക്ക് കൂടി വരുവാൻ പോകുന്നു. 10,000 will gather under the umbrella. I receive. ഇവാഞ്ചലിസത്തിന്റെ പുതപ്പ് പലരെ മൂടുകയാണ്. I see the blanket of evangelism covering people in this place. ഈ വർക്ക് പ്ലേസസിൽ ഡെയിലി നീ ആത്മാക്കളെ നേടുന്നവരാകും. You will gain souls in your workplace daily. ചിലതിന് ദൈവം വല കൊടുക്കുന്നു. The Lord is giving some of you nets. ചിലതിന് ഹുക്ക്, ചിലതിന് ദൈവം ചൂണ്ടൽ Some കൊടുക്കുന്നു. of you, the Lord is giving a hook. See. വല മാസ് ഇവാഞ്ചലിസം. Net shows mass evangelism. പക്ഷേ ചൂണ്ടൽ പേഴ്സണൽ ഇവാഞ്ചലിസം. Hook shows personal evangelism. Come on. Impartation. Impartation. Rata seketa. Come on, take it. Rutama seketa. Impartation. Ritima sekta. Impartation. Rumana tiarabase. ആ പുരുഷാരത്തിലല്ല ഫെലോഷിപ്പ്. Your fellowship is not inside the crowd. ആ പുരുഷാരത്തിൽ നിന്നാണ് ഫെലോഷിപ്പ്. The fellowship stands in the fellowship. It's in the crowd. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ നിന്റെ ഫെലോഷിപ്പിൽ എത്തിച്ചേരും. People who you have never seen will come into the fellowship. Amen. Right people കടന്നു വരുവാൻ പോകുന്നു. The right people are going to come. Church, let me prophesy in the name of Jesus. The influential people are going to come and connect with you. I receive, Lord. I receive it.
influential people are going to come and they are going to connect with you. ആ പുരുഷാരത്തിൽ നിന്ന് ഒരു 120 പേരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. You can see among that crowd 120 selected people. Let me call them common friends. They're common friends. Everybody say common friends. Open your mouth and say common friends. They are called the remnant. അവരാണ് ശേഷിപ്പ്. They are the remnant. അവരെ എവിടെ കാണാൻ പറ്റും? Where can you see them? അവരെ അപ്പർ റൂമിലാണ്, അവരെ അപ്പർ റൂമിലാണ് നമുക്ക് കാണുവാൻ You കഴിയുന്നത്. can see them in the upper room. മാളിക മുറിയിലാണ് അവർ കാണാൻ You കഴിയുന്നത്. can see them in the upper room. അവരുടെ പ്രത്യേകത എന്താണ്? What is their speciality? അവർ പരിശുദ്ധാത്മാവിനെ കല്ലെറിയുന്നവരല്ല. They don't throw stones at the Holy Spirit. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണ്. They are filled with the Holy Spirit. പരിശുദ്ധാത്മാവിനെ കല്ലെറിയുന്നവൻ പരീശൻ. You are a Pharisee if you are throwing stones at the Holy Spirit. ആമേൻ. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവൻ remnant. And you are a remnant if you are full of the Holy Spirit. സൺഡേ സ്കൂൾ കുട്ടികൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. Let the Sunday school children be filled in the Holy Spirit. Your children will speak tongues before they go to schools. ക്ലാസ് റൂമുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ശക്തിയായി സൗഖ്യമായി വിടുതലായി വ്യാപരിക്കട്ടെ. Let there be healing in their classrooms as deliverances. നിന്റെ കുഞ്ഞുങ്ങൾ സ്കൂളിലും കോളേജിലും അനുഗ്രഹമായി തീരട്ടെ. Your children will become a blessing in their schools and their colleges. In the name of Jesus. പരിശുദ്ധാത്മാവ് 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 പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. Come on. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. Singing. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. പരിശുദ്ധാത്മാവേ. രണ്ട് കരങ്ങളെ ഉയർത്തി. Both hands lifted up. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. Sing. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ. See. ശക്തി പകർന്നിടണേ. One more time. പരിശുദ്ധാത്മാവേ. See. ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവേ ശക്തി. So all the people, those who filled with the Holy Spirit, they are not your strangers, they are your common friends. അവർ ഏത് സംഘടനയിൽപ്പെട്ടവരായാലും, whatever denomination they're under, ഏത് ഗ്രൂപ്പിൽ അവർ ആരാധിച്ചാലും, whatever group they worship in, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവർ അവർ കോമൺ ഫ്രണ്ട്സ് if ആണ്. you are filled with the Holy Spirit, you are common friends. Amen. Amen. So number 1, common friends. Number 2, രണ്ടാമത് നോക്കുമ്പോ, When you look at the second thing, ലൂക്കോസ് വിശേഷം 10-ാം അധ്യായത്തിൽ യേശു 70 പേരെ തിരഞ്ഞെടുത്തു. in Luke 10 you see Jesus selected 70 people. 70 പേരെ കർത്താവ് തിരഞ്ഞെടുത്തു. He selected 70 അവർ people. ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി. They rebuked the demons and they healed the sick. അവർ സുവിശേഷം പ്രഖ്യാപിച്ചു. They just spoke about the gospel. Yes, they are the people of power. Amen. First one, they are the people of the Holy Spirit. Yes. Second, they are the people of power. Yes. യേശുവിന്റെ നാമത്തിൽ. In the name of ലെഫ്റ്റ് ആൻഡ് Jesus. റൈറ്റ്, ഫ്രണ്ട് ആൻഡ് ബാക്ക്, നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ, they are the people of power. The people that are sitting left, right, front, back are people of power. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ കരങ്ങളെ ഉയർത്തി. How many of you work in hospitals? Lift your ഹോസ്പിറ്റലിൽ hands. ജോലി ചെയ്യുന്നവർ കരങ്ങളെ If ഉയർത്തി. you work in a hospital setting, lift your hands. രണ്ട് കരങ്ങളെ ഉയർത്തി 60 സെക്കൻഡ് അന്യഭാഷയിൽ Lift പ്രാർത്ഥിക്കും. your കാരണം hand and speak നീ in tongues. കൈവയ്ക്കുമ്പോൾ അത്ഭുത അടയാളങ്ങൾ നടക്കാൻ പോകും. When you lay hands, miracles, signs and wonders will happen. ബാല ഹാതുന റബ ശാന്തനനി ആന്തനരിയാസി ലിംതുന റമാസ ഖാജഗ നിഗനി ആന്തുനരിയാസി
Limana hamsina rokoriasya. Shyathanane mikeni andulina maudyana badabajanadiyat. Lekemeni andulina mausham bradhyani andulina mekoro. Receive the gift of healing. Receive the gift of faith. Receive the gift of working miracles. Receive the gift of healing. Receive the gift of faith. Receive the gift of working miracles. Daily you are going to see the miracles. Each other. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Each other. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. They will pray. അത് നിങ്ങളെ കവർ ചെയ്യും. They will cover you. അതുകൊണ്ട് ഞാൻ അവരെ വിളിക്കുന്നു. That's why I call them Compound friends. compound friends. Amen. ഒരാളിനെ പട്ടി കടിക്കാൻ വേണ്ടി ഓടിക്കുമ്പോ When somebody is going to be bitten by a dog, അതിലടച്ചവനെ പുറത്ത് നിർത്തുന്നതല്ല കൂട്ടായ്മ. you don't put him out and shut the door. That's not fellowship. Yes. ഒരുത്തൻ കണ്ണുനീർ താഴ്വരയിലൂടെ പോകുമ്പോ When somebody is going through a valley of tears, ഒരുത്തൻ വേദയിലും വേദനയിലും കടന്നു പോകുമ്പോ when somebody is going through pain, ഒരുത്തൻ പ്രശ്നത്തിൽ കിടന്ന് when പിടയുമ്പോ somebody is going through trouble, ഒരുത്തൻ ഒറ്റപ്പെടുമ്പോ when somebody is feeling lonely, അവനെ പിടിച്ച് സ്തോത്രം ശത്രുവിന്റെ പാളയത്തിൽ ഇട്ടുകിടക്കുന്നതല്ല you കൂട്ടായ്മ. don't throw him into the den of the enemy. അവന്റെ മുറിവ് കെട്ടി അവനെ ആശ്വസിപ്പിക്കുന്നതിന്റെ പേരാണ് Ties his wounds and heals his heart. ആരാ കരയുന്നേ? Who is the one that's crying? ഓക്സ്ഫോർഡിൽ ആരാ ഉടഞ്ഞത്? Who has broken in Oxford? ഓക്സ്ഫോർഡിൽ ആരാ പ്രശ്നത്തിലൂടെ Who പോകുന്നേ? is going through a trouble in Oxford? ആരാ ഓക്സ്ഫോർഡിൽ ഒറ്റപ്പെട്ടത്? Who is feeling lonely in Oxford? അവന്റെ അടുക്കലേക്ക് ആംബുലൻസിനെ ഓവർടേക്ക് ചെയ്ത് ആശ്വാസത്തിനായി കടന്നു പോകുന്നവന്റെ പേരാണ് Yes. കൂട്ടായ്മ. And fellowship is what goes speeder than the ambulance and comforts him. ഒരുത്തന് മുറിവേൽക്കുമ്പോൾ അവന്റെ മുറിവിൽ മുളക് പൊടിയും ഉപ്പും ഇടുന്നതല്ല കൂട്ടായ്മ. When somebody is wounded, fellowship is not putting salt and chili powder into his wound. അവനെ ദൈവശക്തിയാൽ എംപവർ ചെയ്ത് ബലപ്പെടുത്തിന്റെ പേരാണ് കൂട്ടായ്മ. Fellowship is what embraces him and strengthens him. അതാണ് മെശിഹായുടെ ജോലി. That is what Messiah did. ചതഞ്ഞ ഓടി ഓടിക്കുന്നില്ല. He does not extinguish the burning. He does not extinguish the വിലാപങ്ങളെ നൃത്തമാക്കുന്നത്. Come on. വീടുതലിൻ ദൈവം എന്റെ ഒരിക്കൽ കൂടെ മക്കളെ ചതഞ്ഞ ഓടിക്കാത്തവൻ യേശുവേ പുകയുന്ന തിരികെ കിടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വീടുതലിൻ ദൈവം. So number two, compound friends. Amen. സ്വർഗം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിന്നെ കവർ ചെയ്യുന്നത് കോമ്പൗണ്ട് ഫ്രണ്ട്സ് ആണ്. And more than heaven, after heaven, what covers you is a compound friend. നിങ്ങളുടെ ഓഫറിംഗ് അല്ല എനിക്ക് വലുത്. I don't need your offering. നിങ്ങളുടെ പ്രാർത്ഥനയാണ് എനിക്ക് I need വലുത്. your prayer. ബ്രദർ സുരേഷ് ബാബു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സ് അല്ല എനിക്ക് വേണ്ടത്. I don't need Brother Suresh Babu's channel on YouTube subscribers. എന്നെ കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നവരെയാണ് എനിക്ക് I വേണ്ടത്. need people who cover me and pray for me. Compound friends. Compound friends. Number three, close friends. Close friends. Common friends, compound friends, close friends. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം Mark chapter 3, 14-15 വാക്യങ്ങൾ. verse 14 and 15. They might be with them, send them out to preach and to heal the sick and cast out demons. He appointed the 12. Yes. They might be with them, send them out to preach, to heal the sick and cast out demons. He appointed the 12. ആ 12 പേർ അവരാണ് ക്ലോസ് ഫ്രണ്ട്സ്. The 12 disciples, they were the close friends. നിങ്ങളുടെ വീട്ടിൽ ഈ കുഞ്ഞുങ്ങള് വളർന്നവർക്ക് കല്യാണം ആകുമ്പോൾ When your children grow up and they get married, ഈ പിള്ളേരുടെ കല്യാണത്തിന് ഇപ്പോഴേ പ്രാർത്ഥിക്കണം. you should pray for their marriage from now. Yes.
Amen. Yes, yes. ഡെറിക് പ്രിൻസിനോട് ഒരിക്കൽ ചോദിച്ചു, എന്റെ പിള്ളേരെ കല്യാണത്തിന് എപ്പോഴാ പ്രാർത്ഥിക്കേണ്ടത്? Derek Prince, somebody asked, when should I pray for my children's wedding? ഡെറിക് പ്രിൻസ് പറഞ്ഞു, കുഞ്ഞ് ജനിക്കുമ്പോഴേ പ്രാർത്ഥിക്കണം. Derek Prince says, as soon as the child is born, pray for their marriage. ഈ കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കുമ്പോൾ നിങ്ങൾ കോമ്പൗണ്ട് ഫ്രണ്ട്സിനെയും കോമൺ ഫ്രണ്ട്സിനെയും വിളിക്കത്തില്ല, When- നിങ്ങൾ വിളിക്കുന്ന ക്ലോസ് ഫ്രണ്ട്സിനെ. When these children get married, you don't call the compound friends, you call the close friends. നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോ ചേർന്നിരിക്കുന്നവരാണ് ക്ലോസ് ഫ്രണ്ട്സ്. People, when you have a need, they are the ones who stand close by you. കോമൺ ഫ്രണ്ട്സ്, Common friend, കോമ്പൗണ്ട് ഫ്രണ്ട്സ്, compound friends, ക്ലോസ് ഫ്രണ്ട്സ്, and close friends. നമ്പർ 4 കോർ ഫ്രണ്ട്സ്. Core friends. ഉറ്റമിത്രങ്ങൾ. And intimate friends. No. Core. Intimate, core. അടുത്ത സുഹൃത്തുക്കൾ. I mean അടുത്ത സുഹൃത്തുക്കളാണ് ഉറ്റമിത്രങ്ങൾ. ഇന്റിമേറ്റ് എന്നാണോ പറയുന്നത്? സ്തോത്രം. അതെ, ഡീപ്പർ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ഫ്രണ്ട്സ് പറയാം. People, intimate or core friends. ഇന്റിമേറ്റ് ഫ്രണ്ട്സ്, നത്തിങ് റോങ് ഇൻ ദാറ്റ്. കോർ ഫ്രണ്ട്സ്. കോർ ഫ്രണ്ട്സിന്റെ പ്രത്യേകത, The speciality of your core friends. കോർ ഫ്രണ്ട്സിന്റെ പ്രത്യേകത, The speciality of the core friends. മൂന്നാമത് ഒരിക്കൽ കൂടെ, കോർ ഫ്രണ്ട്സിന്റെ പ്രത്യേകത, The speciality of your core friends. എല്ലാ കാലത്തും നിങ്ങളോട് ചേർന്നിരിക്കും. In all your times, they will stick by you. എല്ലാ കാലത്തും നിങ്ങളോട് ചേർന്നിരിക്കും. In all your times, they will stick by you. ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ പ്രത്യേകത, The other friends, നല്ല കാലത്ത് ചേർന്നിരിക്കും, കഷ്ടകാലത്ത് നിങ്ങളെ വിട്ടുകൂടി in പോകും. good times, they will stay with you. In bad times, they will walk away. ഞാൻ അങ്ങനെയുള്ള ഒരുപാട് എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്. I have seen many like that. നമ്മൾ വിളിച്ച് കൺവെൻഷന് പ്രസംഗിക്കും. We call to the convention and preach. പിന്നെ പറയും, ഓ പുള്ളിയെ വീണു, പുള്ളി തകർന്നു. And then they will say he's fallen, he's destroyed. അവൻ തകർന്നിട്ടില്ല, അവനെ ഇനി നമുക്ക് വേണ്ട. We don't need him anymore. യൂസ് ആൻഡ് ത്രോ, പേപ്പർ ഗ്ലാസ് അല്ല ആത്മീയം. Use and throw paper glass is not what spirituality ഒരുത്തനെ is. ഉപയോഗിച്ച ശേഷം ചവിട്ടിക്കളയുന്നതല്ല ആത്മീയം. Spirituality is not where you use and throw. ദൈവം സ്നേഹം തന്നെ. The Lord is love. ദൈവം നിന്റെ ശുശ്രൂഷയല്ല സ്നേഹിച്ചത്, ദൈവം നിന്നെയാണ് സ്നേഹിച്ചത്. God did not love your ministry, he loved you. കേൾക്കുന്നവർ ആമേൻ പറ. Say amen. അല്ലാതെ ചിലർക്ക് നിന്റെ ശുശ്രൂഷ ഇഷ്ടമുണ്ട്, നിന്നെ ഇഷ്ടമല്ല. Some people like your ministry, but they don't like you. അവർ നിന്റെ ഫ്രണ്ട്സ് അല്ല. They're not your friends. ഞാൻ ഒരിക്കൽ ഇവിടെ പറയട്ടെ, Let me repeat. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ്. Pay attention. ചിലർക്ക് നിങ്ങളുടെ ശുശ്രൂഷയാണ് ഇഷ്ടം, നിങ്ങളെ ഇഷ്ടമല്ല. Some people like your ministry, but they don't like you. അവർ നിന്റെ ഫ്രണ്ട് അല്ല, അവർ നിന്റെ എനിമിയാ. They're not your friends, they're your enemies. Yes. അവർ നിങ്ങളെ ഉപയോഗിക്കും, They will use you, എന്നിട്ട് നിങ്ങളെ സ്കാൻഡലൈസ് ചെയ്യും. and then they will give up on you. എന്റെ ഒരു ഫ്രണ്ട് വിദേശത്ത് യാത്രയായിരുന്നു, മലയാളി. One of my Malayali friends, മലയാളിയല്ലേ ഇത് ചെയ്യത്തുള്ളൂ. അവന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയത് തുടങ്ങി എല്ലാം റെക്കോർഡ് ചെയ്യുക. one of my Malayali friends were traveling from the time he landed in the airport, he's recording everything. അവൻ പറയുന്ന എല്ലാം കാറിൽ റെക്കോർഡ് ചെയ്യുന്നു. Everything that he's saying, he's അവൻ recording. താമസിക്കുന്ന റൂമിൽ വീഡിയോ റെക്കോർഡ് In ചെയ്യും. his room, he's recording. ആര് വിശ്വസിക്കും? Nobody will be, who will അതാണ് believe. enemy. അതിന്റെ പേരാണ് ശത്രു. He's called an enemy. ആര് വിശ്വസിക്കും? Who can you believe? ആര് ട്രസ്റ്റ് ചെയ്യും? Who can you trust? ചിലപ്പോ സഭ ഹമാസിനേക്കാൾ ഡേഞ്ചർ ആണെന്ന് തോന്നുന്നു. Sometimes the church feels even more dangerous than Hamas. എന്താ മിണ്ടാത്തെ? ഉള്ള Why are കാര്യം you quiet? Isn't it true? കേക്ക്. പക്ഷെ കോർ ഫ്രണ്ട്സിന്റെ പ്രത്യേകത, The importance of your core friends, അവൻ മറുരൂപമലയെ കയറിയപ്പോ ഒരുമിച്ച് കയറി. when he went on the Mount of Transfiguration, they climbed up. അവൻ ഗദശമനയിൽ ഇറങ്ങി കരഞ്ഞപ്പോ കൂടെ When ഇറങ്ങി. he came down into Gethsemane and cried, they were with him. ചിരിക്കുമ്പോൾ കൂടെ ചെന്ന് ചിരിക്കാനും കരയുമ്പോൾ അറ്റ്ലീസ്റ്റ് വന്നിരുന്ന് ഉറങ്ങാനും പറ്റുന്നെങ്കിൽ അവരുടെ പേരാണ് കോർ ഫ്രണ്ട്സ്. And core friends will cry with, when you laugh, they laugh with you. When you cry, at least they will come and sleep with you. നല്ല പ്രസംഗിക്കുന്ന ഇത് പ്രസംഗമല്ല, ഇത് ലൈഫാ. This is not a preaching, this is my life. So categorize ചെയ്യ ആൾക്കാരെ. So people are categorized. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, നിർത്തേണ്ടവനെ നിർത്തേണ്ടടുത്ത് നിർത്ത്. Shake the person next to you and say, put people at the place that they are meant to be. നിർത്തേണ്ടവനെ നിർത്തേണ്ടടുത്ത് നിർത്ത്. Place people at the place that they are meant to be. യൂദയെ മറുരൂപമലയെ കൊണ്ടുപോകാതെ
Judas was not taken to the Mount of Transfiguration. യൂദയെ മറുരൂപയെ മലയിൽ കൊണ്ടുപോയി അവൻ മേലെ നിന്ന് നിന്നെ താഴെ തള്ളിയിടും. If he was taken to the Mount of Transfiguration, he would push you down from that mountain. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ മൂന്ന് പേരെ മാത്രം വിളിച്ചു. Only Peter, James and John was called. നമുക്ക് ഈ മല കയറാം. Let's climb this mountain. കർത്താവേ ഭയങ്കര കഷ്ടാ. They didn't say it's too difficult. ഞങ്ങൾക്ക് മല കയറി ഞങ്ങൾക്ക് അറിയത്തില്ല. We have no practice of climbing mountains. ഞങ്ങൾക്ക് വെള്ളത്തിലേക്ക് താഴെ ചാടിയാ We പ്രാക്ടീസ്. like to drown into water. പക്ഷെ വിളി നിന്റെ മേൽ വരുമ്പോ, But when the calling comes on you, take a U-turn. oh yes, a complete U-turn. വിളി നിന്റെ മേൽ വരുമ്പോ, When the calling comes upon take you, a U-turn. a U-turn. ഇതുവരെ നീ താഴേക്കാ ചാടിയത്. Till now you jumped into the water. ഇപ്പൊ ഇതാ മല കയറിക്കോ. Now climb the mountain. കർത്താവേ ബാക്കി 9 പേരെ വിളിച്ചില്ലല്ലോ. Lord, you didn't call the remaining 9. അവരും അപ്പോസ്തലന്മാരാണ്. They're also apostles. അവരും preachers ആണ്. They are preachers. അവർക്കില്ലാത്ത മലകയറ്റം, അവർക്കില്ലാത്ത മലകയറ്റം. I'm doing a climbing that they're not doing. അവർക്കില്ലാത്ത മലകയറ്റം. I'm climbing a mountain that they're not climbing. വേറെ ആർക്കും ഇല്ലാത്ത കണ്ണുനീര്, Cry the tears that nobody else വേറെ has. ആർക്കും ഇല്ലാത്ത അപവാദം, The mocking that nobody else വേറെ has. ആർക്കും ഇല്ലാത്ത ചർച്ച് പൊളിറ്റിക്സ്. The politics that nobody else has. രണ്ടുപേരെ തൊട്ട് പറ, മല കയറുകയാണ്, മല കയറുകയാണ്. Shake the person next to you and say, climb a mountain. I'm climbing the mountain. I'm climbing the വേറെ ആർക്കും mountain. ഇല്ലാത്ത മലകയറ്റം നിനക്കുണ്ടെങ്കിൽ If you are climbing mountains that nobody else is മറ്റുള്ളവരുമായി climbing, കമ്പയർ ചെയ്യല്ലേ. കേറിക്കോ, കേറിക്കോ. don't compare with others, just climb it. അല്പ ദൂരം കൂടെ ഉള്ളൂ, കേറിക്കോ. Claim it's a short distance. കാരണം മുകളിലെത്തുമ്പോൾ When you get to the top, വേറെ ആർക്കും ഇല്ലാത്ത ഒരു മഹത്വം അവിടെ ഉണ്ടായിരിക്കും. there will be a glory that nobody else has. Come on, വേറെ ആർക്കും ഇല്ലാത്ത മഹത്വം A അവിടെ glory ഉണ്ടായിരിക്കും. that nobody else has will be there. I prophesy in the name of Jesus. Amen. നീ പാടുമ്പോൾ വേറെ ആർക്കും ഇല്ലാത്ത മഹത്വം ഇറങ്ങാൻ പോകും. You are going to see a glory that nobody else നീ has. ദൂത് പറയുമ്പോൾ മറ്റ് ഒരിടത്തും ഇല്ലാത്ത മഹത്വം വ്യാപരിക്കട്ടെ. A glory that is not in any other place is spreading നീ here. ശുശ്രൂഷിക്കുമ്പോൾ വേറെ ആർക്കും ഇല്ലാത്ത ദൈവ മഹത്വം നിന്റെ ശുശ്രൂഷയുടെ When you വെളിപ്പെടട്ടെ. minister, the glory that nobody else will come through your ministry. In the name of Jesus. Amen. ഇതിനകത്ത് ചിലരെ, എല്ലാവരെയും അല്ല, ചിലരെ ദൈവം തന്റെ മഹത്വത്തെ ചുമക്കുവാൻ Yes. എഴുന്നേൽപ്പിക്കുന്നു. God is calling some people as carriers of His glory. അവർ മല കയറി വില കൊടുത്തവരാണ്. And they climbed the mountain and paid the price. Yes. Yes. അവർ മല കയറി വില കൊടുത്തവരാണ്. They climbed the mountain and they paid the price. Common friends, Common friends, compound friends, compound friends, close friends, close friends, core friends, core friends, finally covenant friend. covenant friends, Common friends, common compound friends, friends, compound friends, close close friends, friends, core friends, friends, and covenant covenant friend. യോഹന്നാൻ സുവിശേഷം 13:23. John 13:23. 17 വയസ്സായപ്പോൾ ഒരുത്തൻ യേശുവിന്റെ അടുക്കലേക്ക് വന്നു. Somebody who was 17 came to Jesus. 17 വയസ്സായപ്പോൾ അവൻ യേശുമായി കണക്ട് ചെയ്തു. He connected to Jesus when he was 17. 17 വയസ്സെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഐ ക്യാൻ റിയലി റിലേറ്റ് ടു മീ. I can relate to people who are 17. കാരണം എൻ്റെ പാരൻസിനോട് സമ്മതം ചോദിക്കാതെ ഒറ്റയ്ക്ക് സ്നാനപ്പെട്ട് ഇറങ്ങിയവനാ ഞാൻ. Because I came alone and got baptized. അവരെ സമ്മതം ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും സ്നാനപ്പെടാൻ If പറ്റും. I would have asked their permission, even today I wouldn't have been baptized. എൻ്റെ മമ്മി ഭയങ്കര CSI കാരിയാ. My mom was a very strong CSI person. ഭയങ്കര പ്രാർത്ഥനക്കാരിയാ. She was a woman of prayer. എൻ്റെ പപ്പ ഹിന്ദു ആയിരുന്നു. My father was a Hindu. പക്ഷെ പിന്നത്തേതല്ലാതെ രക്ഷിക്കപ്പെട്ടു. And then later he came to the Lord. അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ ഡീക്കനായി. He's a deacon of Assemblies of God ആ Church. ചർച്ചിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് എൻ്റെ പാരൻസ് സ്തോത്രമായിരുന്നു. My parents contributed the most to that church. ഞങ്ങൾ ചർച്ചിനെ കറവ് പശുവാക്കിയില്ല. We did not use the church as our earnings ഇന്നും means. ചർച്ചിനെ കോൺട്രിബ്യൂട്ട് ചെയ്താ ഞങ്ങൾ We are still contributing to the church. That's right. Amen. 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 ക്രൈസ്റ്റ് സെന്ററിൽ ഞാൻ വോളണ്ടിയർ 5 സർവീസ് ഞങ്ങൾക്കുണ്ട്. I've got 5 centers in Christ Center Church. സ്തോത്രം. രാവിലെ 6:30 മണിക്കെത്തും. 6 a.m. I would come. രാത്രി 11 മണിക്ക് ആൾമോസ്റ്റ് പുറത്തിറങ്ങും. 11 p.m. at night I leave. രണ്ട് കാലും നല്ല വേദനയായിരിക്കും. 2 of my feet will be hurting. 5 പൈസ സ്വീകരിക്കത്തില്ല. I don't receive the money. സ്തോത്രം. ഞാൻ എന്തിനാണ് അത് പറയുന്നത്? Why am I saying this? നീ ചർച്ചിനെ കൊണ്ടല്ല ജീവിക്കേണ്ടത്, ചർച്ചിന് വേണ്ടിയാ You ജീവിക്കേണ്ടത്. don't live by using the church, you live for the church.
Amen. 32 വർഷമായി ഞാൻ ഡ്രസ്സ് വാങ്ങിയിട്ട്. 32 years has been since I purchased clothes. നീ ദൈവത്തിന്റെ കാര്യം നോക്കുമ്പോൾ ദൈവം നിന്റെ കാര്യം When നോക്കും. you take care of God's business, He will take care of your business. എന്താ കൈയടിക്ക് ഒരു വിറ്റാമിൻ Why is your clapping not doing well? വലിയ പുരുഷാരം. A great crowd. പക്ഷെ അവിടെ 17 വയസ്സുള്ള ചെറുക്കൻ വരിക. But 17-year-old boys come in. ജനമില്ല അപ്പം തിന്ന് ഇങ്ങനെ ഇരിക്കുക. People have all eaten the bread. അയ്യോ എനിക്ക് അപ്പമല്ല വേണ്ടിയത് കേട്ടോ. I don't want the bread. ഒന്ന് മാറിക്കേ, ഒന്ന് സൈഡ് തന്നെ. Just move aside. 120 പേർ അന്യഭാഷ കൊണ്ട് തൃപ്തിപ്പെട്ടു. 120 people were satisfied with tongues. പലര് അന്യഭാഷ കൊണ്ട് കിട്ടി മതി. Some people are satisfied with the tongues you have. എന്നാൽ ബൈബിൾ പറയുന്നു The word of God says, അന്യഭാഷയുടെ തീരുന്നതല്ല ആത്മീയം, അന്യഭാഷയുടെ തുടങ്ങുന്നതാണ് ആത്മീയം. oh, your spirituality begins with tongues, not ends with it. ആമേൻ. Amen. അവൻ പറയും സ്തോത്രം 120 പേർ ഇനിയുണ്ട്. 120 people know there's more. 70 പേർ ദൈവശക്തിയും കൊണ്ടിരിക്കുക. 70 people are satisfied with the power of God. സ്തോത്രം. അവൻ പറഞ്ഞു 70 പേരിൽ ഞാനുണ്ട്, പക്ഷേ അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്നില്ല. I'm not satisfied with that 70. 12 പേര് അവരിൽ ഞാനുണ്ട്, I'm in the 12. പക്ഷേ അതിൽ ഞാൻ ഒതുങ്ങുന്നില്ല. I'm not restricted in them. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, വീണ്ടും ഉണ്ട്, ഇനിയുണ്ട്. Take the person next to you and say, there's more. ഇനിയുണ്ട്, നിങ്ങൾ പ്രാപിച്ചതിനേക്കാൾ ഇനിയുണ്ട്. There is more than what you have received so far. There is more than what you have seen so far. ചെയ്തതിനേക്കാൾ ഇനിയുണ്ട്. The Lord is going to do more through you. അവസാനം 3 പേരുടെ 2 പേരുടെ തള്ളി മാറ്റിട്ട് മൂന്നാമൻ പറഞ്ഞു ഇനിയുണ്ട്. And one person said there's more. അവസാനം അവൻ യേശുവിന്റെ മാർവോട് ചേർന്നിരുന്നു. And he stayed close to the chest of Jesus. ഞാൻ പെട്ടെന്ന് പറയട്ടെ, പുരുഷാരത്തിൽ അവൻ തീർന്നില്ല. He did not finish in the crowd. 120, 70, 120, 70, 12, 12, 3 3. നോ, അതിലൊന്നും അവൻ തീർന്നില്ല. He did not finish in all of it. അവസാനം അവൻ യേശുവിന്റെ മാർവോട് ചേർന്നു. And he came on the bosom of Jesus. And he is called covenant friend. Amen. He's called a covenant friend. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു യേശുവിന്റെ മാർവോട് ചേർന്നിരുന്നാൽ എന്തു കിട്ടും? You might ask, Suresh Babu, what will I get by coming onto the bosom of Jesus? യേശുവിന്റെ മാർവോട് ചേർന്നിരുന്നാൽ എന്തു കിട്ടും? What will I get when I come to the bosom of Jesus? ഒരു ചെറിയ ഗ്രൂപ്പിനെ കർത്താവ് എഴുന്നേൽപ്പിക്കുക. The Lord is rising up a small group. 3 തരത്തിലുള്ള ശുശ്രൂഷകരുണ്ട്. There are 3 types of ministry. യേശുവിന്റെ അധരത്തിൽ നിന്നുള്ള വചനം പറയുന്നവർ. The people who speak the word of God from God's mouth. രണ്ടാമത്തെ ഗ്രൂപ്പ് അവന്റെ കയ്യിൽ നിന്നുള്ള ശക്തിയെ And വെളിപ്പെടുത്തുന്നവർ. the second group who take the power from his hand and reveal it. അധരത്തിന്റെ വചനം പറയുന്നവർ. The one that says the word from his mouth. അവന്റെ കൈയുടെ ശക്തിയെ വെളിപ്പെടുത്തുന്നു. And the second that reveals the power of God's hand. പക്ഷേ യോഹന്നാന്റെ പ്രത്യേകത, But John's speciality, അവൻ അധരമല്ല, he doesn't need the mouth, അവൻ കൈയല്ല, not just the hand. അവൻ കർത്താവിന്റെ ഹൃദയമായിരിക്കും വെളിപ്പെടുത്തുന്നത്. He knows the heart of Jesus. Come into it. നിന്റെ വിളി അതാണ്. Your calling is that. നിന്റെ വിളി അതാണ്. Your calling is that. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ഈ രാജ്യം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ, nobody has seen. ഈ രാജ്യം കണ്ടിട്ടില്ലാത്ത വെളിപ്പാടുകൾ വെളിപ്പെടുത്തുവാൻ ദൈവം നിന്നെ വിളിക്കുന്നു. God is calling you to reveal revelation you've never seen before.
റെവലേഷൻ ഗൂഗിൾ ഇല്ല. You can't find revelation on Google. റെവലേഷൻ ഓക്സ്ഫോർഡും സ്റ്റാൻഫോർഡും സ്തോത്രം എഡിൻബർഗ് യൂണിവേഴ്സിറ്റികളിലില്ല. You will not find the revelation in the universities. റെവലേഷൻ നിന്റെ പത്മോസിലാണ് നിനക്ക് കിട്ടുന്നത്. Revelation is what you receive in your Patmos. Come on, റെവലേഷൻ കിട്ടുന്നത് നിന്റെ പത്മോസിലാണ്. Revelation comes in your Patmos. നിന്റെ പത്മോസിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സും പരിചയക്കാരൊന്നും ഇല്ല. In your Patmos, your friends, your relatives will not be there. ഒരിക്കൽ കൂടെ നിന്റെ പത്മോസിലെ റെവലേഷൻ കിട്ടത്തുള്ളൂ. Only in Patmos you will get your revelation. ഞാൻ പറയട്ടെ, ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. Let me tell you, if God is planning to use you, എത്ര പേര് കരം ഉയർത്തി പറയും, how many of you will say, നീ എന്നെ ഉപയോഗിക്കുമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? Lord, use me. ദൈവം നിന്നെ ഉപയോഗിക്കണമെങ്കിൽ If you want God to use you, sometimes അതൊരു favorable prayer അല്ല. it will not be a favorable prayer. അതൊരു comfortable prayer അല്ല. It will not be a comfortable prayer. ദൈവമേ നീ എന്നെ ഉപയോഗിക്കണമേ എന്ന് എപ്പോ നീ പ്രാർത്ഥിച്ചോ അപ്പോ മുതൽ നിന്റെ താളം തെറ്റുകയാണ്. From the time you say, God, use me, you will see that your order is misplaced. ദൈവമേ നീ എന്നെ ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഒരു ഡേഞ്ചറസ് പ്രയർ ആണ്. When you pray, Lord, use me, it is a very dangerous prayer. എപ്പോ ദൈവമേ നീ എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയോ, When you say, God, use me, നിന്റെ യെരൂശലേമിൽ നിന്ന് നിന്റെ എഫെസോസിൽ നിന്ന് അവൻ നിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നത് നിന്റെ ഐലൻഡ് the പത്മോസിലായിരിക്കും. Lord will transfer you from Jerusalem, from Ephesus into your island of Patmos. അവിടെ ഫ്രണ്ട്സ് ഇല്ല, There's no friends, അവിടെ റിലേറ്റീവ്സ് ഇല്ല, no relatives. നീ ഒറ്റയ്ക്കായിരിക്കും. You will be alone. നിങ്ങൾ ചിലര് ഈ ദിവസങ്ങളിൽ ഒറ്റയ്ക്കാണ്. Some of you are alone. നാട്ടിൽ നിന്ന് ദൈവം നിന്നെ മാറ്റി ഒറ്റയ്ക്ക് കൊണ്ടുവന്നിട്ടിരിക്കുന്നു. The Lord has pulled you out of India and placed you alone here. പ്രൊഫറ്റിക്കലി ഞാൻ പറയട്ടെ, I prophetically say to you, നീ ഇന്ന് സൈലൻസിലാണ്. you are in a silent നീ mode. ഇന്ന് സൈലൻസിലാണ്. You are in silence right now. Why? എന്തുകൊണ്ട് സൈലൻസ്? Why are you silent? എല്ലാ ടൊർണാഡോസും പുറത്തു വന്നത് സൈലൻസിൽ നിന്നാണ്. And everything that came out, it was out of silence. എല്ലാ ശക്തന്മാരായ ദൈവദാസന്മാർ പുറപ്പെട്ടത് സൈലൻസിൽ നിന്നാണ്. Every mighty ministers of God came out of silence. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞ മക്കളെ. If you hear this, say amen. ആരുമില്ലാത്ത പത്മോസിൽ അവനായിരുന്നു. And he was in Patmos where nobody was there. കേക്ക്, യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോ When Jesus was on this earth, യോഹന്നാൻ പർപ്പസിൽ വന്ന് യേശുവിന്റെ മാർവോട് ചേർന്നിരുന്നു. John came and sat close to the bosom of Jesus. യോഹന്നാൻ ഇപ്പൊ കഷ്ടകാലത്ത് കിടന്നപ്പോ, But now when John was in trouble, യോഹന്നാൻ പത്മോസിൽ കഷ്ടകാലത്ത് when കിടന്നപ്പോ John was in Patmos in trouble, കർത്താവ് സ്വർഗവുമായി അവന്റെ അടുക്കൽ the Lord opened heaven and came down to him. അന്ന് മാർവോട് ചേർന്നിരുന്നവൻ, That man who sit close to the bosom of Jesus, ഇപ്പോഴത്തെ വെളിപ്പാടിൽ നിറയപ്പെടുകയാണ്. now he's filled with the revelation. So revelation, വെളിപ്പാടെന്ന് പറയുന്നത് പുറത്ത് കിടക്കുന്നതല്ല. Revelation doesn't come from outside. അത് ഹൃദയത്തിന്റെ അകത്തിരിക്കുന്നത്. It is something that is inside your heart. ഹൃദയത്തിന്റെ ശബ്ദം കേട്ടവന് മാത്രമേ വെളിപ്പാട് കണ്ടാൽ മനസ്സിലാക്കാൻ Only കഴിയത്തുള്ളൂ. the one who hears the sound of the heart will know the revelation.